सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताक स्वामिनिधि नामिने। नमः आचार्यपादाय निताय कृपाप्रदायिने गौरकदादामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 3-ാമത്തെ അധ്യായമാണ് കേട്ടോ. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവതം അല്ലെ, ഭാഗവതം അതായത് രാധാകൃഷ്ണ സ്വരൂപം, അതാണ് ഭാഗവതം. അപ്പോൾ ശ്രീമദ് ഭാഗവതം കി. അപ്പോൾ ഭാഗവതത്തില് നമ്മള് 2-ാമത്തെ സ്കന്ധം
12 സ്കന്ധങ്ങളുള്ളത്. അതിൽ നമ്മൾ ആദ്യത്തെ സ്കന്ധം കഴിഞ്ഞു. രണ്ടാമത്തെ സ്കന്ധത്തിലെ 3-ാം അധ്യായമാണ് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? വിശ്വരൂപ വർണ്ണന, അതായത് പ്രഥമ സ്റ്റെപ്പ്, അതായത് നമ്മുടെ ഭക്തിയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് വിശ്വരൂപമാണ്. നമ്മൾ എല്ലാവരും വിശ്വരൂപത്തിൽ ഭഗവാനെ കാണണം, പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പടി വന്നിട്ട് പരമാത്മാ സ്വരൂപത്തിൽ, ഹൃദയത്തിൽ പരമാത്മാവ് ഇരിക്കേണ്ട ആ രൂപത്തിൽ നമ്മൾ ധ്യാനിക്കണം. മൂന്നാമത് വന്നിട്ട് ശുദ്ധ ഭക്തിയുത സേവനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ സ്കന്ധത്തിന്റെ പേര് മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് ശുദ്ധ ഭക്തിയുത സേവനം, ഹൃദയത്തിലെ മാറ്റം. അതിലാണ് നമ്മൾ വിഗ്രഹാരാധനയൊക്കെ വരുന്നത്. വിഗ്രഹാരാധന ചെയ്യണമെന്ന് നിർബന്ധമായിട്ടും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഗൃഹസ്ഥന്മാർ പ്രത്യേകിച്ച് വിഗ്രഹങ്ങളെ വീട്ടിൽ വെച്ച് ആരാധിക്കണം. അതാണ് മൂന്നാമത്തെ ശുദ്ധ ഭക്തിയുത സേവനാണ് നമ്മളിവിടെ പറയുന്നത്. ഹൃദയത്തിലെ മാറ്റം എന്നാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ 25 ശ്ലോകങ്ങളാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ശുഗമഹർഷി പറഞ്ഞു, മരണത്തിൽ വരുന്ന വ്യക്തിക്ക്, മരണം ആസന്നമായ ഒരു വ്യക്തിക്ക് എന്ത് കർത്തവ്യമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്തരം? ഭഗവാനെ കുറിച്ച് കേൾക്കുക, കീർത്തിക്കുക, അല്ലെ? ശ്രവണം, കീർത്തനം. അതാണ് ആസന്ന മരണനായ ഒരു വ്യക്തിക്ക്. അപ്പൊ നമ്മൾക്ക് എപ്പോഴാണ് മരണം അറിയോ? നമ്മളും ആസന്ന മരണരാണ്, അല്ലെ? എപ്പോ വേണേ മരണം സംഭവിക്കാം. അതുകൊണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? കീർത്തനീയ സദാഹരിയിലെ കൃഷ്ണനെ കുറിച്ച് കേൾക്കുക, പ്രൈസ് ചെയ്യുക, സംസാരിക്കുക. ഇത് മാത്രം. മരണം എപ്പോ വേണമെങ്കിൽ വരാം. ഭക്തിയിൽ വന്നോണ്ട് മരിക്കില്ല എന്നൊന്നും ഇവിടെ ഇല്ല. മരിക്കും, അല്ലെ? ജനനം, മരണം, വാർദ്ധക്യം, രോഗം, ഇത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇതൊന്നും മാറുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ കിട്ടിയ സമയം, ഈ സമയം എത്ര നേരം ഉണ്ടെന്ന് അറിയില്ല, എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല. ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അതാണ് ചോദിക്കുന്നത് പരിശുദ്ധ മഹാരാജ ശുഗമഹർഷിയോട്. അപ്പൊ ശുഗമഹർഷി എന്താ പറയണത്? ശ്രവണം, കീർത്തനം, അല്ലെ? കേൾക്കുക, പറയാം. പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് ശ്രവിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത് ഭഗവദ്ധാമത്തിലേക്ക് തിരിച്ചു പോവുക. അതാണ് നമ്മുടെ ഡ്യൂട്ടി. കൃഷ്ണഭക്തരുടെ ഒരേ ഒരു ലക്ഷ്യം, അതാണ് കുറച്ച് പേര്. ഈ ലക്ഷ്യം വളരെ കുറച്ച് പേർക്ക് ഉണ്ടാവുള്ളൂ, അല്ലേ? കാരണം ഭൗതിക ലോകത്ത് കോടാനുകോടി ജനങ്ങൾ, അനേകായിരം കോടി ജനങ്ങളുണ്ട്, സ്ത്രീ പുരുഷന്മാരുണ്ട്. എല്ലാവർക്കും ഈ കൃഷ്ണനായിട്ടുള്ള ബന്ധമൊന്നും അറിയില്ല, ഓർമ്മയില്ല. എല്ലാവരും നമ്മൾ മറന്നുപോയി, നമ്മളെ ആരൊക്കെ ഓർമ്മിപ്പിച്ചിട്ട് വന്നു, അല്ലേ? എല്ലാവരും മറന്നുപോയിരിക്കുകയാണെന്ന്. അപ്പോൾ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഭഗവാനായിട്ട് നഷ്ടപ്പെട്ട ഈ ബന്ധത്തിനെ പുനരുജ്ജീവിപ്പിക്കുക. ഇതാണ് ഭക്തി എന്ന് പറഞ്ഞത്. ഭഗവാനായിട്ട് നമുക്ക് ബന്ധം നഷ്ടപ്പെട്ടു, മറന്നുപോയി നമ്മൾ ഭഗവാനെ. ഈ ബന്ധത്തിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയുന്നത്? ഭക്തി. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും അല്ല അർത്ഥം. അങ്ങനത്തെ അർത്ഥം വെച്ച് വരുന്നവർക്ക് ഈ ഭക്തി സുഖിക്കൂല. ഈ ഭക്തിക്ക് എന്താണ്? ഇത് ശുദ്ധ ഭക്തിയുടെ സേവനമാണ് മൂന്നാമത്തെ ചാപ്റ്റർ പറയുന്നത്, അല്ലെ? പക്ഷെ എന്നാലും അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഭൗതിക ലോകത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 84 ലക്ഷം ജീവി വർഗങ്ങളിലൂടെ ജനന മരണ ചക്രത്തിലൂടെ കടന്ന് ഭാഗ്യം സിദ്ധിക്കുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത്. ഈ മനുഷ്യജന്മം കിട്ടിയാൽ തന്നെ ഭഗവാൻ ഓർമ്മയില്ല ആർക്കും. അതിൽ തന്നെ വളരെ റെയറായ ആളുകൾക്ക് മാത്രമാണ് കൃഷ്ണന്റെ സത്സംഗത്തിലേക്ക്, ഭക്തിയിലേക്ക് വരാനും അതിൽ ഉറച്ചു നിൽക്കാനും അവസാനം വരെ നിന്ന് ലാസ്റ്റ് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാനും പറ്റുള്ളൂ. ഭഗവാൻ തന്നെ സെലക്ട് ചെയ്യണം. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? വന്ന് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റണ്ടേ ഭക്തിയില്? വളരെ കഷ്ടമാണ്. അതായത് ബ്രഹ്മാണ്ട ബ്രഹ്മിതേ കോനെ ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തി ലതാ ബീജ എന്നാണ് ശ്ലോകം പറയുന്നത്. ബ്രഹ്മാണ്ട ബ്രഹ്മിതേ, ഈ ബ്രഹ്മാണ്ടങ്ങൾ നടന്ന് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈച്ചയായിട്ടും പട്ടിയായിട്ടും പുഴുവായിട്ടും, അല്ലെ? മനുഷ്യരായിട്ടും ദേവന്മാരായിട്ടും ഗന്ധർവന്മാരായിട്ടും പല പല യോനികളിലൂടെ നമ്മൾ ജനിച്ച് മരിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവാത്മാവ്, അല്ലെ? ഗുരു കൃഷ്ണ പ്രസാദേ, ഗുരുവിന്റെയും ഭഗവാന്റെയും പ്രസാദത്തിൽ ഒരു ജീവാത്മാവിന് ഭാഗ്യം വരുമ്പോൾ എന്ത് സംഭവിക്കും? പായ ഭക്തി ലതാ ബീജ, ഈ ശുദ്ധ ഭക്തി ഒരു വ്യക്തിക്ക് കിട്ടുള്ളൂ. മനസ്സിലായി? അതായത് കോടിക്കണക്കിന് സ്ത്രീ പുരുഷന്മാരുണ്ടെങ്കിലും എല്ലാവർക്കും ഈ ശുദ്ധ ഭക്തിയിലൂടെ താല്പര്യം വരില്ല എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ ബുദ്ധിയുള്ളവർ എന്താ ചെയ്യേണ്ടത് എന്നാണ് ഈ അദ്ദേഹത്തിൽ പറയുന്നത്. ഈ മനുഷ്യ ജന്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഈ ജന്മത്തിൽ മാത്രമേ നമുക്ക്, ഈ മനുഷ്യ ശരീരത്തിൽ മാത്രമേ നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ മറ്റ് പുഴുക്കളായിട്ടോ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ഒക്കെ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റില്ല, അല്ലേ? അവിടെ എന്താ പണി? ഇരതേടല്, അല്ലേ? അവരെന്താ ചെയ്യുക? രാവിലെ എൻ്റെ തുടങ്ങും, ഭക്ഷണത്തിന് തേടാൻ നടക്കും, മൃഗങ്ങൾ ചെയ്യണ പണി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണം വരുമ്പോൾ ഉറങ്ങും, അല്ലേ? മൈഥുനം ചെയ്യും, കുട്ടികളെ ഉണ്ടാക്കും. പിന്നെന്താ ചെയ്യുക? അവര്
ആരെങ്കിലും അവരെ ആക്രമിക്കാൻ വന്നാൽ അതിനെ പ്രതിരോധിക്കും. ഈ 4 കാര്യങ്ങൾ മാത്രമാണ് മൃഗങ്ങൾ ചെയ്യണത്. അവർക്ക് അത് മാത്രമേ അറിയുള്ളൂ. നമ്മളും അതന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്. മനുഷ്യരും ബുദ്ധി ഉണ്ടായിട്ടും ചെയ്യണത് എന്താണ്? ഈ 4 കാര്യങ്ങൾ തന്നെ. അപ്പൊ മൃഗസമാനാന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ മനുഷ്യരാവണമെങ്കിൽ നമ്മള് അല്ലെ എന്താണ്, നമ്മൾ ആത്മാവാണെന്നും ഭഗവാനായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഓർമ്മിക്കുമ്പോഴാണ് നമുക്ക് ഒരു വിശേഷ ഒരു ബുദ്ധി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ജന്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ പവിത്ര നാമവും അതിന്റെ ലീലകളും കേൾക്കുക, കീർത്തനം ചെയ്യുക, ഇങ്ങനെയുള്ള ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടണം. മരണത്തിന് സ്വയം സജ്ജമാകുന്ന ഒരുവന് ഈ പ്രവൃത്തി വിശേഷിച്ച് നിർദ്ദേശിച്ചിരിക്കുന്നു അല്ലെ. മരണത്തിന് സജ്ജമാകുക എന്ന് നമ്മൾ വിചാരിക്കുക സമയമായിട്ടില്ല, നമുക്കിപ്പോൾ സമയമായിട്ടില്ല. എല്ലാവരും അങ്ങനെ പറയാം. നമ്മുടെ അച്ഛന്മാരോടും അമ്മയോടൊക്കെ ചോദിച്ചാലും പറയും കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറയും. മരണത്തിന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാം സത്സംഗത്തിൽ എന്ന് പറയും. അവരിപ്പോഴും മരണത്തിന് സജ്ജമായിട്ടില്ല. ജനിച്ച ഉടനെ മരണം പിന്നാലെ ഉണ്ട്. എത്ര കുട്ടികളെ ചെറുതായിട്ടുണ്ട് മരിക്കുന്നത്? 10 വയസ്സിൽ, 3 വയസ്സിൽ, 4 വയസ്സിൽ അല്ലേ. എപ്പോൾ വേണമെങ്കിൽ മരിക്കാം. ജനിച്ചു കഴിഞ്ഞാൽ പിന്നാലെ മരണമുണ്ട്. പക്ഷെ ഇവർ വിചാരിക്കുന്നത് എന്താണ്? സമയമായിട്ടില്ല, ഇനി എനിക്ക് ഒരുപാട് സമയമുണ്ട് പറഞ്ഞ് വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് സത്സംഗങ്ങളിൽ ആളുകൾ വരാത്തത് അല്ലേ. എന്താ വെച്ചാൽ അവരൊക്കെ വെയിറ്റ് ചെയ്യണം. കുറെ ഞങ്ങൾ സുഖം അനുഭവിക്കട്ടെ, ഞങ്ങൾക്ക് സമയമായിട്ടില്ല, ഭക്തി ഒന്നും ചെയ്യേണ്ട സമയമായിട്ടില്ല, അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഈ മരണത്തിന് സ്വയം സജ്ജമാവണം നമ്മൾ. ഈ പ്രവൃത്തി വിശേഷിച്ച് നമുക്ക് മരണത്തിന് സജ്ജമാവണവർക്കുള്ളതാണ്. ഇനി വേദങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വേദങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അത് പറയാം, നമുക്ക് വേണ്ടിയിട്ടല്ല. അത് പൊതുവെ ആളുകൾ പലവിധ ആരാധനകൾ ഏർപ്പെടാൻ കാരണം എന്താണ്, അതെന്താണെന്നുള്ള വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രഹ്മജ്യോതി, ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹമുള്ള ഒരു ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ബൃഹസ്പതിയൊക്കെ അങ്ങനെയാണ്. ഭഗവാന് രൂപമില്ലാത്ത ആ വെളിച്ചത്തിൽ, അതായത് ബ്രഹ്മജ്യോതിയിൽ ആരാധിക്കുന്ന ആൾക്കാരാണ് ബൃഹസ്പതി. ബൃഹസ്പതിയുടെ ഒരു വലിയ ശിഷ്യനുണ്ടായിരുന്നു, അദ്ദേഹം അങ്ങനെയാണ്. ഓർമ്മയില്ല ആ ശിഷ്യനെ? പേര് പറഞ്ഞ എല്ലാവർക്കും അറിയാം. കൃഷ്ണന്റെ നല്ല ഫ്രണ്ടാണ്. കൃഷ്ണന്റെ ചെറിയച്ഛന്റെ മകനൊക്കെയാണ്. ആരാണ്? അദ്ദേഹത്തിന് ഒരു ക്ലൂ കൂടെ കിട്ടിയാൽ പറയും. അദ്ദേഹത്തിനെ വൃന്ദാവനത്തിലേക്ക് അയച്ചിട്ട് ഉദ്ധവര് ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. ഈ ബൃഹസ്പതിയുടെ ശിഷ്യന്മാരുടെ സ്വഭാവം എന്താ? അവര് ബ്രഹ്മജ്യോതിനെയാണ് ധ്യാനിക്കുന്നത്. രൂപമില്ലാത്ത ഭഗവാന്റെ അവസ്ഥ, ആ ജ്യോതി അതാണ്. അപ്പോൾ അതൊരു ആരാധനയെ കുറിച്ച് പറയുന്നത്. പിന്നെ ഈ ഭൗതിക കാമങ്ങൾ, ഭൗതികമായിട്ടുള്ള പല പല ആഗ്രഹങ്ങൾ ഒരു ഇന്ദ്രനെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. നല്ല സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് പ്രജാപതികളെ പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ട്. ഐശ്വര്യം ഉണ്ടാവാനായിട്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കണമെന്നും അതിശക്തനാവാനായിട്ട് അഗ്നിദേവനെ പ്രാർത്ഥിക്കണം. സമ്പത്ത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വസ്തുക്കളെ പ്രാർത്ഥിക്കണം. ഇനി വീരശൂര പരാക്രമികൾ അല്ലേ ആവണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ രുദ്ര അവതാരങ്ങൾ, ശിവന്റെ രുദ്രഗണങ്ങളെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി ധാന്യശേഖരം, ഒരുപാട് ധാന്യങ്ങൾ കുഞ്ഞു കൂടണമെന്നുണ്ടെങ്കിൽ അതിഥി ദേവിയെ പ്രാർത്ഥിക്കാന്ന് പറയുന്നത്. ഇനി സ്വർഗ്ഗലോകം കിട്ടണമെങ്കിൽ ദേവന്മാരെ പ്രാർത്ഥിക്കാന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ലോകത്ത് ഈ രാജ്യം നേടണമെങ്കിൽ വിശ്വദേവന്മാരെ ആരാധിക്കണം. അപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ ആരാധിച്ചോളൂ. പ്രശസ്തി നേടണമെന്നുണ്ടെങ്കിൽ സാധ്യദേവനെ ആരാധിക്കണം. അത് ഏത് ദേവൻ അറിയില്ല കേട്ടോ. 33 കോടി ദേവന്മാരുള്ളത് കൊണ്ട് എല്ലാവരും ആരാണെന്ന് നമുക്കറിയില്ല. ഇനി ദീർഘായുസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അശ്വിനി കുമാരന്മാരെ ആരാധിക്കണം. ദൃഢശരീരം വേണം, നല്ല ജിം ബോഡിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഭൂമി ദേവിയെ ആരാധിക്കുന്നവരുണ്ട്. ഇനി നമ്മുടെ പദവിയിൽ സ്ഥിരത വേണമെന്നുണ്ടെങ്കിൽ ചക്രവാളത്തിനെയും ഭൂമി ദേവിയെ ഒരുമിച്ച് ആരാധിക്കുന്ന പറയുന്നു. നമുക്ക് നല്ല സുന്ദരനാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഗന്ധർവന്മാരെ ആരാധിക്കാൻ പറയുന്നു. നല്ല പത്നിമാരെ കിട്ടണമെങ്കിൽ അപ്സരസുകളെ ആരാധിക്കാൻ പറയുന്നു. ഇനി അധീശത്വം, നമുക്ക് അതിൽ ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് ആ ഒരു ഉയർച്ച, അധീശത്വം പറഞ്ഞാൽ നമ്മൾ അധികാരം കിട്ടണമെങ്കിൽ ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. കനത്ത ബാങ്ക് നിക്ഷേപമാർക്കൊക്കെ വേണം, കനത്ത ബാങ്ക് നിക്ഷേപം വേണത് ഒരു വരുടനെ ആരാധിക്കാൻ പറയുന്നത്. എന്താണെന്ന് അറിയില്ല. ഇനി മഹാപണ്ഡിതനാവണമെങ്കിൽ ശിവനെ ആരാധിക്കാൻ പറയുന്നുണ്ട്. നല്ല വിവാഹബന്ധം കിട്ടാനായിട്ട് പാർവതി ദേവിയെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ശിവനെ പ്രാർത്ഥിച്ചിട്ടാണ് രാവണൻ വലിയ ഗംഭീരനായത് അല്ലേ, അതിശക്തനായിട്ട് തീർന്നത്. അപ്പോൾ ഇത്തരം ദേവതാരാധനകൾ മുഴുവൻ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ദേവതാരാധകരേക്ക് അല്പബുദ്ധികളിൽ നിന്ന് ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ. ഭഗവാൻ തന്നെയാണ് ഈ ആരാധനയെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ട് പറയാണ് ഈ ദേവന്മാരെ ആരാധിക്കുന്നവരാരാണ്? അല്പബുദ്ധികളാണ് അല്ലേ, അല്പബുദ്ധികളാണെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ എന്താ പറയുക, പെർമനന്റ് ആയിട്ട് ഒരു ജോലി തന്നെ ട്രൈ ചെയ്യുമ്പോൾ എല്ലാവരും ഗവൺമെന്റ് ജോലിക്കാണോ ട്രൈ ചെയ്യുക, പ്രൈവറ്റ് ജോലിക്കാണോ ട്രൈ ചെയ്യുക? എന്താ കാരണം? ഗവൺമെന്റ് ജോലിക്ക് ട്രൈ ചെയ്യണം എന്തുകൊണ്ടാണ്? എല്ലാവരും സ്ഥിരമായിട്ട് കിട്ടും അല്ലേ,
സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. ഓഫീസിൽ പോയി എല്ലാവരുടെ കാര്യം ഇല്ല കേട്ടോ. മിക്കവാറും ഓഫീസിൽ പോയി സുഖമായി ഉറങ്ങുകയും ചെയ്യും. വലിയ പണിയൊന്നുമില്ല. അവസാനം അല്ലേ വരെ സ്ഥിരമാണ്, ആർക്കും ഇറക്കി വിടാൻ പറ്റില്ല. അവസാനം 50 വയസ്സ് കഴിഞ്ഞാലോ പെൻഷനും കിട്ടും. മരണം വരെ സുഖമായി. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ ഗവൺമെന്റ് ജോലിക്ക് ട്രൈ ചെയ്യുന്നത്. അതുപോലെ നമ്മളും ഭക്തിയിൽ എന്ത് വേണം? സ്ഥിരമായിട്ടുള്ള കാര്യത്തിന് വേണം ട്രൈ ചെയ്യാൻ അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് സ്ഥിരം എന്ന് നോക്കുക. ദേവീദേവന്മാരെ ആരാധിക്കുമ്പോൾ നമ്മൾക്ക് അല്പസുഖമൊക്കെ കിട്ടും, സന്തോഷമൊക്കെ കിട്ടും. പക്ഷെ അത് സ്ഥിരമാണോ എന്ന് ആലോചിച്ചാൽ മതി. കാരണം ഈ കൽപ്പം അവസാനിക്കുമ്പോൾ പ്രളയം വരുമ്പോൾ ദേവന്മാരുടെ സ്ഥാനമൊക്കെ പോകും, എല്ലാവരും നശിക്കും. അപ്പൊ സ്ഥിരമാണോ? അല്ല. അപ്പൊ നമുക്ക് സ്ഥിരമാവാൻ എവിടെ പോകണ്ടെന്ന് ആലോചിക്കാം അല്ലെ? ബുദ്ധിയുള്ളവരെന്ത്? നമ്മൾ ബുദ്ധിയുള്ളവരല്ലേ, അതുകൊണ്ട് അവിടെ വന്നിരിക്കണം അല്ലെ? ബുദ്ധിയുണ്ട്. അപ്പൊ നമ്മൾ ബുദ്ധിയുള്ളവർ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എവിടെ പെർമനന്റ് സ്ഥാനം കിട്ടുക, അവിടെ ആരും തട്ടിവിടാൻ പാടില്ല. നമ്മുടെ തട്ടിക്കളയാത്തൊരു സ്ഥാനം എവിടെ കിട്ടുമെന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് വൈകുണ്ഠത്തിലേക്ക് കിട്ടുള്ളൂ. വൈകുണ്ഠത്തിൽ അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനിലേക്ക് കിട്ടുള്ളൂ. അവിടേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനെ ആരാധിക്കണം അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് ഭൗതിക ആത്മീയ പുരോഗതിക്ക് നമ്മൾ വിഷ്ണുവിനെ ആരാധിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. അത് ശുദ്ധഭക്തി സേവനാണ് ഈ ചാപ്റ്റർ, അതുകൊണ്ടാണ് ഇതൊക്കെ കൂടുതൽ പറയുന്നത്. ഭൗതിക സുഖാസ്വാദനങ്ങൾ ആഗ്രഹിക്കാത്തവർ ഭഗവാനെ ആരാധിക്കണം. ശില പ്രഭുപാദര് പറയുന്നുണ്ട് ഇവിടെ, പറയുന്നൊരു വേർഡാണ്. പല ആളുകൾ സംസാരിക്കാറുണ്ട്, ഏത് ദേവന്റെ രൂപത്തെ ആരാധിച്ചാലും ഒരേ ഫലം പ്രാപ്തമാക്കാൻ കഴിയും. ഇത് വിഡിത്തമാണെന്നാണ് പ്രഭുപാദ് പറയുന്നത്. അങ്ങനെ കഴിയില്ല. നിങ്ങൾ ബറോഡയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബോംബെയിൽ പോയി ഇറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ പ്രഭുപാദ്. ടിക്കറ്റ് എവിടേക്ക് എടുത്ത്? ബറോഡയ്ക്ക്. നമ്മൾ ഇറങ്ങണമെന്ന് വിചാരിക്കണം ബോംബെയിൽ, പറ്റുമോ? എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് പോയിട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇത് പ്രഭുപാദ് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഏത് ദേവന്മാരെ ആരാധിച്ചാലും ഒരേ ഫലം എത്തുന്നത് മണ്ടത്തനാണെന്ന് അത് നമ്മുടെ ആചാര്യൻ വ്യക്തമായിട്ട് പറഞ്ഞതിന്റെ പ്രഭുപാദ് പറഞ്ഞതിന്റെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകേണ്ടത് നമ്മൾ ആദ്യം നിശ്ചയിക്കണം. വൈകുണ്ഠത്തിൽ പോകണമെങ്കിൽ വൈകുണ്ഠത്തിൽ ആളുടെ കാര്യനെ നാം തന്നെ ജപിക്കണം അല്ലേ? ഗണപതിനെ പ്രാർത്ഥിച്ച വൈകുണ്ഠത്തിൽ എത്താൻ പറ്റില്ല. ഗണപതി പ്രാർത്ഥിച്ച വൈകുണ്ഠത്തിൽ പോകാൻ വല്ല തടസ്സം ഉണ്ടെങ്കിൽ മാറ്റിത്തരും അല്ലേ? വൈകുണ്ഠത്തിൽ പോകാനായിട്ട് നമ്മൾ പലവിധത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് തടസ്സം കൊണ്ട്. എങ്കിൽ ഗണപതി പോകാൻ എന്ത് ചെയ്യും? ആ തടസ്സങ്ങളെ നീക്കിയിട്ട് ഭക്തിയിലേക്ക് നമ്മളെ കയറ്റി വിടും. അത് ചെയ്യും. അതാണ് അവർ ചെയ്യുന്നത്. ദേവന്മാർ അവരുടെ റോൾ അതാണ്. അപ്പോൾ യാതൊരു ഭൗതിക അഭിലാഷവും ഇല്ലാത്തവർ ഭഗവാനെ ആരാധിക്കണം എന്നാണ് പറയുന്നത്. പെട്ടു. ഇത് കേൾക്കുമ്പോൾ ഒരു പേടിയൊന്നും വേണ്ട. വേറൊരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശ്ലോകം 10 അഗാമോ കേട്ടിട്ടുണ്ട്. അത് ശ്ലോകം 10 അഗാമോ സർവകാമോ വാമോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തി യോഗേന യജേത പുരുഷം പരം. അകാമോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാഗ്രഹവും ഇല്ലാത്തവനായിക്കോട്ടെ. ഇനി അടുത്തത് സർവകാമോ, നമ്മളെ പോലെ എല്ലാ ആഗ്രഹവും അല്ലെ? സർവകാമോ, എല്ലാ ആഗ്രഹമുള്ളവരായിക്കോട്ടെ. മോക്ഷകാമോ, മോക്ഷം ഇച്ഛിക്കുന്ന ആളായിക്കോട്ടെ. ഉദാരതി അല്ലെ? തീവ്രേണ ഭക്തി യോഗേന, തീവ്രമായ ഭക്തിയോടെ യജേത പുരുഷൻ പരം, എന്നെ ആരാധിക്കണം, പരമപുരുഷനെ ആരാധിക്കുന്ന ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ഭഗവാൻ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ഭൗതിക അഭിലാഷം ഇല്ലാത്തവർ മാത്രം എൻ്റെ അടുത്ത് വരാവൂ എന്നുള്ളതല്ല പറയണ. ഒരു ഓപ്ഷൻ എന്താണ്? നിങ്ങളിനി ആഗ്രഹമുള്ള ആളാണെങ്കിലും മുക്തി ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ശരി, ഒരു ആഗ്രഹം ഇല്ലാത്തവനാണെങ്കിലും എന്നെ തീവ്രമായിട്ട് ഭജിക്കുക. തീവ്രയാണ് ഭക്തി യോഗേന. അപ്പൊ എന്താ സംഭവിക്കുക? ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നിറവേറ്റി തരും. എന്തിനു വേണ്ട അറിയോ? വേഗം ഇത് കട്ട് ചെയ്തിട്ട് അവർക്ക് ഭഗവാനെ വൈകുണ്ഠത്തിലേക്ക് എത്തിക്കണം. അപ്പോ ഭക്തന്മാരുടെ ആഗ്രഹം നിറവേറ്റി തന്നിട്ട് ആ ആഗ്രഹത്തിലുള്ള ആസക്തിനെ ഭഗവാൻ കളയും. ദേവന്മാരത് കളയില്ല. അതാണ് വ്യത്യാസം. ദേവന്മാര് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം തരും, പക്ഷെ അത് ആ ആഗ്രഹങ്ങളിലൊക്കെ നമുക്കൊരു ആസക്തി ഉണ്ട്, ആ സാധനങ്ങളിലൊക്കെ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിനെ കളയില്ല. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളിവിടെ തന്നെ ജന്മി കൃതി ആവർത്തന ചക്രത്തിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കണം. പക്ഷെ കൃഷ്ണ ഭഗവാൻ നമ്മുടെ ആഗ്രഹം സഫലമാക്കി തരുമ്പോൾ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ ആ സംഭവത്തിലുള്ള ആസക്തി നമുക്ക് ഇല്ലാണ്ടാക്കും. കിട്ടിയിട്ടുണ്ടാവും നമുക്ക്, പക്ഷെ അതിൽ ആസക്തി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ക്രമേണ വൈരാഗ്യം വരും, ഭഗവത് ഭക്തി വരും, വൈകുണ്ഠത്തിൽ പോകാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാനെ ഇഷ്ടമാണ്, കൃഷ്ണനെ ഇഷ്ടമാണ്, ഭൗതിക ആഗ്രഹം ഉണ്ടെങ്കിൽ തീവ്രമായിട്ട് കൃഷ്ണനെ തന്നെ പ്രാർത്ഥിക്കാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. പൊതുവെ ഭഗവാൻ ആരുടെയും ലൗകിക അഭിലാഷങ്ങളെ സഫലീകരിക്കുന്നില്ല. പൊതുവെ ഭഗവാന്റെ സ്വഭാവം ഭഗവാൻ അത് ഇഷ്ടമില്ല കൊടുക്കാൻ. പിന്നെ നിവൃത്തിയില്ലാണ്ട് തന്റെ ഭക്തന്മാരെ ഹെൽപ്പ് ചെയ്യണം ഭഗവാൻ. ഭഗവാൻ ഇഷ്ടം എന്താണെന്നറിയോ? ഭഗവാന് ഗോലോകം വൈകുണ്ഠത്തിൽ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഇഷ്ടം. ഇവിടെ കിടത്തി കഷ്ടപ്പെടുത്തി ഇവിടുത്തെ സുഖങ്ങളിൽ നിസ്സാര കാര്യങ്ങൾ പെട്ടു കൊള്ളുന്നത് ഭഗവാൻ ഇഷ്ടമല്ല. കൃഷ്ണ ഭഗവാൻ നമ്മുടെ യഥാർത്ഥ വെൽവിഷറാണ് അല്ലെ? ഒരു ആത്മാവിന്റെ യഥാർത്ഥ അഭീതകാംക്ഷിക്ക് ഇവിടെ ഇവിടുത്തെ താൽക്കാലിക സുഖങ്ങളിൽ നമ്മൾ കിടന്ന് ഇരിക്കുന്നത് ഇഷ്ടമല്ല.
യഥാർത്ഥ സുഖം, ഒറിജിനൽ സുഖത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇഷ്ടം. ഉദാഹരണം പറയണേ, നമ്മുടെ മക്കൾ ഇപ്പോൾ തുളസിക്കുട്ടിയിൽ ആരാണെങ്കിലും വഴിയിൽ കാണുന്ന ചപ്പ് ചവറൊക്കെ ചോദിച്ച് കരയും അല്ലേ? ആ മണിമാല 10 പൈസ അത് ഇതൊക്കെ വേണം പറഞ്ഞിട്ട് കരഞ്ഞ്, അവിടെ ഇവിടെ വിൽക്കണ ഐസ്ക്രീം വേണം പറഞ്ഞാൽ അതിന് വേണ്ടി കരഞ്ഞ് വാശി പിടിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവൾക്ക് വേണ്ടി ചിലപ്പോൾ നല്ല വലിയ കാര്യങ്ങളാണ് വിചാരിച്ചു, വല്ല വൈരമാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, കുട്ടിക്ക് വേണ്ടി നല്ല ബാങ്ക് നിക്ഷേപം, അവളെ നല്ല രീതിയിൽ പഠിപ്പിക്കും, ഇതൊക്കെ ആയിരിക്കും അച്ഛനമ്മയുടെ ചിന്ത. ഇവളെന്തിനാ കരയാ അല്ലേ? 10 രൂപയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കരയാ. ഇതാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് ചെയ്യുന്നത്. നമ്മളെന്താ കരയണത്? ഈ ഭൗതിക ലോകത്ത് അത് വേണം, ഇത് വേണം, വീട് വേണം, അത് വേണം, കുട്ടി വേണം, നല്ല വിദ്യാഭ്യാസം വേണം, ജോലി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം. ഭഗവാന്റെ മുന്നിൽ അതൊക്കെ ചപ്പ് ചവറുകളാണ്. ഈ തുളസിക്കുട്ടിക്ക് ആഗ്രഹിക്കുന്ന പോലത്തെ നിസ്സാര കാര്യങ്ങളാണ് ഭഗവാന്റെ മുന്നിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഭൗതിക കാര്യങ്ങൾ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. എല്ലാവരുടെ കണ്ണും നിവേദ്യത്തിലേക്കാണ്. എല്ലാവരുടെ കണ്ണും ഇങ്ങോട്ട് വേണം, എന്നാലേ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പോൾ കണ്ണവിടെയൊക്കെ പോയിരിക്കണം. കണ്ണുങ്ങൾ ഇവിടെ എൻ്റെ കണ്ണ് പോകണം, കണ്ട നിങ്ങൾ പോകണം, നിങ്ങളുടെ കണ്ണ് പോകുമ്പോൾ എൻ്റെ കണ്ണ് പോകണം. അതായത് കാര്യം മനസ്സിലായോ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിസ്സാര കാര്യങ്ങൾ നിറവേറ്റില്ല. എന്തുകൊണ്ട്? അത് ദോഷം അവർക്ക് അല്ലേ? വഴി കിടക്കണ വെള്ളവും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇതിന് വയ്യാണ്ട് വരും. അതുകൊണ്ട് ഇവർക്ക് നല്ല വെള്ളം നമ്മൾ ചൂടാക്കി തിളപ്പിച്ചാറി നല്ല വൃത്തിയുള്ള വെള്ളമൊക്കെ കൊടുക്കും. ഇവർ പക്ഷെ അത് കുടിക്കില്ല. ഇവരുടെ ആഗ്രഹം വഴിയിൽ കിടക്കണ ആരെങ്കിലും കഴിക്കണ സാധനങ്ങളോട് താല്പര്യം, അതിനുവേണ്ടി വാശി പിടിക്കും. നമ്മൾ കൊടുക്കോ? എന്താ കൊടുക്കാത്തതിൻ്റെ കാരണം? അവരിഷ്ടമില്ലാഞ്ഞിട്ടാണോ? അവരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലേ? സ്വന്തം അച്ഛനമ്മമാർക്ക് മക്കളെ ഭയങ്കര ഇഷ്ടമാണ്, തെറ്റായി പോണത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മളത് സമ്മതിക്കാത്തത്. ഇത് തന്നെയാണ് കൃഷ്ണൻ. കൃഷ്ണന് നമ്മളെ ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ഒന്നും സഹായിച്ചു തരാത്തത്. നമ്മൾ ചോദിക്കണൊക്കെ നമുക്ക് തോന്നി ഇത് നല്ലതാണ്, പക്ഷെ കൃഷ്ണൻ അറിയാം ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകണം. ആത്യന്തികമായിട്ട് ഈ ആത്മാവിന് വീണ്ടും ഇത് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടേണ്ടി വരും. ഈ സാധനം നടന്നു കഴിഞ്ഞാൽ, ഈ ആഗ്രഹം സഫലമാക്കി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അംശമായ ഈ ജീവാത്മാക്കൾ വീണ്ടും കഷ്ടപ്പെടും ഇവിടെ കിടന്നിട്ട്. അത് ഭഗവാൻ ഇഷ്ടമില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യണം? ഇതൊന്നും കൊടുക്കാണ്ട് നേരെ എൻ്റെ അടുത്തേക്ക് വരാം. അപ്പൊ അമിതമായ ഇഷ്ടം ഭഗവാൻ നമ്മളോട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് തരാത്തത്. അല്ലാണ്ട് കൃഷ്ണന് നമ്മളോട് ദേഷ്യമായിട്ടില്ല. എൻ്റെ പ്രാർത്ഥന മാത്രം കൃഷ്ണൻ കേൾക്കണില്ല. ബാക്കി ആൾക്കാർ ഒരു മാല പോലും ജപിക്കാത്ത ആൾക്കാർക്ക് ലോട്ടറി അടിക്കുന്നു. നമ്മളിവിടെ കഷ്ടപ്പെട്ട് നാമം ജപിച്ചിട്ട് ലോട്ടറി പോയിട്ട് കാര്യങ്ങൾ തന്നെ നടക്കണില്ല. ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ അമിത ഇഷ്ടമാണ് ഭഗവാന്റെ അല്ലേ? ഭഗവാൻ ഒരു വ്യക്തിയോട് അമിതമായ കാരുണ്യം ഉണ്ടെങ്കിൽ ഭൗതികമായ നമ്മൾ അധപതിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യവും തരില്ല നമുക്ക് അല്ലേ? ശരിയല്ലേ? മനസ്സിലാവണ്ടോ? ഇതാണ് കാര്യം. അപ്പൊ പൊതുവെ ഭഗവാൻ ആരുടെയും ലൗകിക അഭിലാഷങ്ങളെ സഫലീകരിക്കുകയില്ല. എന്നാൽ ആത്യന്തികമായി ഭൗതിക സുഖാസ്വാദനം ആഗ്രഹിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് അദ്ദേഹം ഭക്തർക്ക് മാത്രം ആശീർവാദങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഈ വരി നോക്കുക കേട്ടോ. എന്താണ്? ഭഗവാന് ലൗകിക അഭിലാഷങ്ങളെ സഫലീകരിക്കാൻ ഇഷ്ടമില്ല. പിന്നെ എന്തിനാണ് ഭഗവാൻ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഭൗതിക സുഖ ആസ്വാദനം ആഗ്രഹിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ ഭക്തരെ അങ്ങനെ എത്തിക്കുന്നതിന് ആദ്യം കുറച്ച് ഭഗവാൻ ഇഷ്ടമാണെന്ന് അവർക്ക് അറിയണം. ഈ സാധാരണ ആൾക്കാർക്ക് ഇഷ്ടം മനസ്സിലാക്കണേ ഇങ്ങനെയൊക്കെ ഭഗവാൻ ഇഷ്ടപ്പെടണം. അല്ലാണ്ട് ഭഗവാൻ ഞാൻ എങ്ങനെയാണ് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഭഗവാൻ കൊടുക്കും. എന്തിനാ ഭഗവാൻ കൊടുക്കണത് അല്ലേ? നമുക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ. ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നമ്മള് ബദ്ധജീവാത്മാക്കൾക്ക് ഇതൊക്കെ തന്നാലാണ് ഇഷ്ടം എന്ന് തന്നെ മനസ്സിലാവുള്ളൂ അല്ലേ? അതുകൊണ്ട് ഭഗവാൻ അത് തന്നിട്ട് നമ്മളെ ആത്യന്തികമായിട്ട് ആ ഇഷ്ടം ഇല്ലാതാക്കിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. സാധാരണഗതിയിൽ ആളുകൾ ദേവന്മാരെ ആരാധിക്കുന്നു അല്ലേ? അതിനെക്കുറിച്ച് ഭഗവത്ഗീത 9:25 പറഞ്ഞിട്ടുണ്ട്. ദേവതാരാധനയുടെ ഫലം എന്താണ് എന്നുള്ളത്. യാന്തി ദേവവ്രതാൻ ദേവാൻ, ശ്ലോകം കേട്ടിട്ടുണ്ടോ? പിതൃൻ യാന്തി പിതൃവ്രത, ഭൂതാനി യാന്തി ഭൂതേജ, യാന്തി മദ്യാജിനോഭിമാം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ ലോകത്ത് ജനിക്കും. പിതൃൻ യാന്തി പിതൃവ്രത, പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃലോകത്തിൽ ജനിക്കും. ഭൂതാനി യാന്തി ഭൂതേജ, ഭൂതപ്രേതാദികളെ ആരാധിക്കുന്നവർ ഭൂതപ്രേതങ്ങളുടെ ഇടയിൽ ജനിക്കും. യാന്തി മദ്യാജിനോഭിമാം, എന്നെ ആരാധിക്കുന്നവർ എൻ്റെ കൂടെ ജീവിക്കും എന്ന് ഭഗവാനോട് പറയണ്ട. അതാണ് അതിൻ്റെ ഫലം. നമ്മൾ ആരാധന ഏതിലാണോ നമ്മുടെ ശ്രദ്ധ പോകുന്നത് അത് തന്നെയാണ് നമുക്ക് അവസാന കാലത്ത് വരുള്ളൂ. ഏത് നാമമാണോ ജപിച്ച് ശീലിച്ചത് അത് തന്നെയാണ് അവസാന കാലത്ത് നമ്മുടെ ഓർമ്മയിൽ. നമുക്ക് ശരീരത്തിൽ വാദം പിത്തം കഫമൊക്കെ പിടിക്കും. അവസാന ഘട്ടത്തിൽ ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. ആ സമയത്ത് എന്താണ് നിരന്തരം നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, ചെയ്തു വെച്ചിരിക്കുന്നത്, അത് മാത്രമേ സഹായത്തിൽ വരുള്ളൂ. അപ്പം നമ്മൾ നിരന്തരം ഏത് ദേവനാണോ ആരാധിച്ചിരുന്നത് അവിടേക്കാണ് മാറ്റപ്പെടുക. ഭൂതപ്രേതങ്ങളെയാണ് ആരാധിച്ചിരിക്കുക അങ്ങോട്ടാണ് പോവുക.
അപ്പൊ കൃഷ്ണ ഭഗവാനെ നിരന്തരം ചിന്തിച്ചവർക്ക് കൃഷ്ണ എന്ന അവസാനം വിളിക്കാനും ചിന്തിക്കാനും പറ്റും. ഉടൻ തന്നെ കൃഷ്ണലോകത്തിലേക്ക് മാറ്റപ്പെടും. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, അത് ചെയ്യണം. പക്ഷെ ഈ ദേവന്മാരെ ആരാധിച്ച എന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ, ദേവന്മാരുടെ ലോകം ശാശ്വതമല്ല. നമുക്ക് വേണം പെർമനന്റ് ജോലിയിൽ എല്ലാവർക്കും ആവശ്യം. വീട് വാടക വീട് എല്ലാവർക്കും ഇഷ്ടമാണോ? അല്ലല്ലോ, പെർമനന്റിൻ്റെയാണ് ഇഷ്ടം അല്ലേ. മാറി മാറി താമസിക്കുമ്പോൾ അത് റെന്റ് കൊടുത്ത് നമ്മുടെ സ്വന്തമാവില്ല, കാശ് മുഴുവൻ പോവുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും എന്താ ഇഷ്ടം? സ്വന്തമാണ് ഇഷ്ടം അല്ലേ. പെർമനന്റ് ഹൗസാ ഇഷ്ടം, ജോലി പെർമനന്റ് ഇഷ്ടം, നമ്മുടെ സ്വഭാവം ഒക്കെ പെർമനന്റ് ഇഷ്ടം. ആരാധനയിൽ മാത്രം പെർമനന്റ് ഇഷ്ടമല്ല പറഞ്ഞാൽ ശരിയാവും. ആരാധനയിൽ പെർമനന്റ് ഇല്ലാത്ത ദേവന്മാരെ ആരാധിക്കും അല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേവന്മാരുടെ ലോകം ശാശ്വതമല്ല, അതുകൊണ്ട് കൽപ്പാന്തത്തിൽ സർവ്വവും ഉന്മൂലനം ചെയ്യും. അതുകൊണ്ട് ദേവലോകങ്ങളെല്ലാം നശിച്ചു പോവും. അവസാനത്തെ എന്താ ഉണ്ടാവുക? വൈകുണ്ഠ ലോകം മാത്രം. അതിന് നമ്മൾ പറയുന്നുണ്ട്, മാർക്കണ്ഡേയന്റെ കഥ കേട്ടിട്ടുണ്ട്. മാർക്കണ്ഡേയന് ഒരു വരം കിട്ടിയിട്ടുണ്ട്. 16 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്ന് ഉണ്ട് ജാതകത്തില്. അത് ഈ കുട്ടി അറിയാനിടയായി. അപ്പൊ ശിവന്റെ ലിംഗത്തെ കെട്ടിപ്പിടിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും മാർക്കണ്ഡേയൻ. അപ്പൊ ശിവൻ പറഞ്ഞു, ഞാനൊരു അനുഗ്രഹം നേടാൻ, നിനക്ക് എന്നും 16 ആവുള്ളൂ, 17 ആയാലും മരിക്കുള്ളൂ, എന്നും 16 ആവാനായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു ശിവൻ. അതുകൊണ്ട് ഇതിന് മരണമില്ല അദ്ദേഹത്തിന്. മാർക്കണ്ഡേയൻ കല്യാണം കഴിച്ചു, കുട്ടികളായി, പേരക്കുട്ടികളായി, എത്രയോ തലമുറകളായി. മാർക്കണ്ഡേയൻ മാത്രം മരിക്കുന്നില്ലോ, സ്വന്തം മക്കളും പേരക്കുട്ടികളൊക്കെ മരിച്ചു അവസാനം എത്രയോ തലമുറ, 5500, 6000, 8000 തലമുറകള് മരിച്ചുപോയി. ഇദ്ദേഹം മാത്രം 16 വയസ്സിലിങ്ങനെ ഇരിക്കുക. ബോറടിക്കില്ലേ? ഇദ്ദേഹത്തിന് അവസാനം വിഷമായി, ഒന്ന് മരിച്ചെങ്കിൽ ആഗ്രഹമായി മാർക്കണ്ഡേയന്. അവസാനം മാർക്കണ്ഡേയൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രളയം വരുമ്പോഴും മാർക്കണ്ഡേയൻ മാത്രമുണ്ട്. പ്രളയം വന്ന് അവസാനം പ്രളയജലത്തിൽ എല്ലാം മുങ്ങിപ്പോയി, മാർക്കണ്ഡേയൻ മാത്രം. അപ്പൊ മാർക്കണ്ഡേയൻ വിഷമിച്ച് പറയാണ്, ഭഗവാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എന്താ ചെയ്യുക പറയുമ്പോൾ, ഒരു ആലിലയിൽ ഒരു ഉണ്ണിക്കണ്ണൻ വന്നിട്ട് വിരല് ഓടിച്ചിട്ട് കളിക്കുന്നു, ഞാനുണ്ട് ഇവിടെ അല്ലേ. നമ്മൾ കണ്ടിട്ടില്ലേ ഒരു പിക്ചർ, ആലിലയിൽ ഒരു അല്ലേ ഉണ്ണിക്കണ്ണൻ തള്ളവിരൽ, കാലിന്റെ തള്ളവിരൽ പിടിച്ച് കിടക്കുന്ന ഒരു ഭംഗിയുള്ളൊരു രൂപം. അതായത് ഞാനുണ്ട് അല്ലേ, വിഷമിക്കണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ മാത്രമാണ് അവസാനമുള്ളൂ. ആദ്യം അന്ത്യം ഇല്ലാത്ത ഒരാളാരാണ്? കൃഷ്ണ ഭഗവാനാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കേണ്ട ആ അവസ്ഥയിലേക്കാണ്. ഭൗതിക ലോകത്ത് ഒന്നും ആഗ്രഹിക്കാതിരിക്കാൻ നല്ലത്. കിട്ടണേ കിട്ടിയോട്ടെ, അത് കളയൊന്നും വേണ്ട. കിട്ടിയതിനിപ്പോൾ എനിക്ക് വേണ്ട പറഞ്ഞാൽ കളയണമെന്നല്ല ഇവിടെ പറഞ്ഞത്. നമ്മുടെ പൂർവ്വജന്മകൃതമായി വരുന്ന നല്ലതും ചീത്തയൊക്കെ വന്നോട്ടെ, അതിന് കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കാം. നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട എന്നാണ് പറയുന്നത്. നമ്മൾ ശ്രമിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് എന്ത്? കൃഷ്ണനെ കിട്ടാൻ, കൃഷ്ണനെ നേടാനായിട്ട് പരിശ്രമിക്കാം. പക്ഷെ പരിശുദ്ധ ഭക്തന്മാരുടെ സംഘം ലഭിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇനി എങ്ങനെ കൃഷ്ണനെ കിട്ടുക? വെറുതെ തന്നെ കിട്ടൂല. ഭക്തന്മാരുടെ സംഘം വേണം. അതിനാണ് സത്സംഗം നമ്മൾ വെക്കണത് അല്ലേ. നമുക്ക് ഒരുപാട് രാവിലെ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഈ മുട്ടണത് എന്തിനാണ് ബുദ്ധിമുട്ടണത്? ഈ സത്സംഗം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഭക്തി നിൽക്കുള്ളൂ. ഒറ്റയ്ക്ക് ഇരുന്ന് ജപിച്ചാൽ നമ്മൾ വിചാരിക്കുക ആദ്യമൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ജപിച്ചാൽ ഒക്കെ പറ്റുന്നു. ഒരു 3 മാസമൊക്കെ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കുക, ഒരു 6 മാസം ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കുക, ഉള്ള ഭക്തിയൊക്കെ പോയി കിട്ടും. ആദ്യമൊക്കെ നമുക്ക് തോന്നും നല്ലോണം ജപിക്കണ്ടല്ലോ എന്നൊക്കെ തോന്നും സംഘമില്ലെങ്കിലും. പക്ഷെ നമ്മൾ ജപിക്കണ ഭക്തന്മാരുള്ളതുകൊണ്ടാണ്. ഭക്തന്മാരുടെ സംഘം വേണം നമുക്ക് അല്ലെ. സത്സംഗം, പരിശുദ്ധ ഭക്തന്മാരുടെ സംഘം കൂടെ വേണം. അപ്പൊ പിന്നെന്താ പറയുക, അത് ഉത്തമ വിശ്വാസ യോഗ്യനായിട്ടുള്ള ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശം കീഴില് ഉചിതമായി ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നമുക്ക് സാധന അവസ്ഥയിൽ പോലും പരമാനന്ദം ലഭിക്കുന്നത്. 10 മിനിറ്റ് കൂടെ എടുക്കാം കേട്ടോ, കഴിയാറേ. ഉത്തമ വിശ്വാസ യോഗ്യനായിട്ടുള്ള ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശാനുസരത്തിൽ, അതാണ് പ്രഭുപാദയെ പോലുള്ള ഒരു ഭക്തന്റെ, ശുദ്ധ ഭക്തന്റെ നിർദ്ദേശത്തിന് കീഴിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സാധന ഭക്തരാണെങ്കിൽ കൂടി നമുക്ക് പരമാനന്ദം കിട്ടുന്നവർ. പരമാനന്ദം കിട്ടുന്ന സ്റ്റേജ് പ്രേമ സ്റ്റേജിലാണ്. പക്ഷെ എങ്കിൽ കൂടി സാധന അവസ്ഥയിൽ പോലും നമുക്ക് പരമാനന്ദം ലഭിക്കുന്നത്. രാവിലെ 5 മണിക്ക് മംഗളാരതി തന്നെ ചെയ്തു നോക്കാം. പറയാം സംസാരതാവ് കണ്ണിങ്ങനെ അറിയാണ്ട് നിറഞ്ഞു. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ പ്രഭുപാദിന്റെ മേഴ്സിയാണ്. ആ പ്രഭുപാദ് പറഞ്ഞ അതുപോലെ അനുസരിക്കുമ്പോൾ ആ 7 ഐറ്റം കൊണ്ട് നമ്മൾ ആരതി, ആ പാട്ട് പ്രഭുപാദ് പാടുന്ന സംസാരതാവ നലലീട ലോക ത്രണായ കാരുണ്യ ഗണഗണത്വം, ഈ കീർത്തനം പാടി നമ്മൾ രാവിലെ മംഗളാരതി ചെയ്ത് നോക്കുക. നമ്മുടെ ഒരു കഴിവുമല്ല, ആ പ്രഭുപാദിന്റെ മേഴ്സി കൊണ്ട് നമുക്ക് തനിയെ ആനന്ദവും കരച്ചിലൊക്കെ വരും. എന്തിനാ കരയണമെന്ന് അറിയില്ല, അത് ചെയ്യണം. നമ്മൾ വിഗ്രഹാരാധന അത്യാവശ്യമാണ്. കാരണം ഈ ചാപ്റ്റർ അതാ പറയണത്. എന്താ അത് പറയാൻ കാരണം വെച്ചാൽ, ഉത്തമ വിശ്വാസ യോഗ്യനായിട്ടുള്ള ആത്മീയ ആചാര്യന്റെ കരുണ കൊണ്ടാണ് നമുക്കിത് ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ ഭക്തിയുടെ രസം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ 5 തരത്തിൽ ഭഗവാനായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശാന്തരസം കേട്ടിട്ടുണ്ട് അല്ലേ. ശാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ലോകത്തിൽ മണ്ണായിട്ടും പൂവായിട്ടും ഭഗവാന്റെ മാലയായിട്ടും ഓടക്കോലായിട്ടൊക്കെ ഇരിക്കുന്നതാണ് ശാന്തരസം.
ഒന്നും പറയില്ല, അവർ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്ന ആൾക്കാർ. അടുത്തതാണ് ദാസ്യം. ഹനുമാൻ സ്വാമിയെ പോലെ ഭൃത്യനെ പോലെ ഭഗവാനെ സേവിക്കാം അല്ലേ, അതാണ് ദാസ്യം. സഖ്യം എന്ന് പറഞ്ഞത് അർജുനെ പോലെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാം ഭഗവാനായിട്ട്. അടുത്തത് വന്നിട്ട് വാത്സല്യം. യശോദാദേവി നന്ദഗോപുരൊക്കെ പോലെ ഭഗവാന്റെ അച്ഛനമ്മക്കായിട്ടുള്ള ചെയ്തി. അടുത്തത് മാധുര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ കാമുകിയൊക്കെ ആയിട്ട് മാറണം. വ്രജ ഗോപികമാര് അല്ലെങ്കിൽ ദ്വാരക രാജ്ഞിമാരൊക്കെ മാധുര്യ രസത്തിലാണ്. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് രസം എന്ന് പറയുന്നത് വ്രജഗോപികളുടെ മാധുര്യ രസമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി തുടക്കത്തിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു. തുടക്കത്തിൽ നമുക്ക് ഭൗതികമായിട്ട് എല്ലാ ആഗ്രഹം ഉണ്ടോ അതിനെ മുഴുവൻ നമ്മൾ ഭക്തിയുത സേവനമായിട്ട് ഘടിപ്പിക്കാനാണ് പറയുന്നത്. എന്താണ് നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യം ഉച്ചത് എന്നാ പറഞ്ഞത് ഭക്തിരസാമൃത സിന്ധുവിൽ. നമ്മളെ എല്ലാ കാര്യങ്ങളും, ജോലി, നമ്മുടെ സ്വഭാവം, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കാതെ അതിനെ മുഴുവൻ കൃഷ്ണമായിട്ട് കണക്ട് ചെയ്യുക, ബന്ധപ്പെടുത്തുക, എല്ലാം കൃഷ്ണന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതാണ് നമ്മളെല്ലാവരും ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലേ. നമുക്ക് ഈ 5 രസങ്ങളൊന്നും എത്തിയിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യം ഉച്ചതേ. നമ്മൾക്ക് എന്തൊക്കെ അവസ്ഥകളുണ്ടോ നമ്മുടെ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ജോലി കൊണ്ട്, നമ്മുടെ വീട് കൊണ്ട്, എല്ലാം കൊണ്ടും എല്ലാ സാഹചര്യങ്ങളും ഭഗവാനായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുത്തുക എന്നിവിടെ പറയുന്നത്. ഇനി പരിശുദ്ധ ഭക്തന്മാരാൽ പ്രകീർത്തിക്കപ്പെടുന്ന കൃഷ്ണലീലകൾ നമ്മളെ പരിശുദ്ധരാക്കും. ഇനി നമ്മൾ പരിശുദ്ധ ഭക്തന്മാരുടെ ക്ലാസ്സുകൾ കേൾക്കണം. ചില പ്രഭുപാദരുടെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെയൊക്കെ ക്ലാസ്സുകൾ കേൾക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾക്ക് പരിശുദ്ധി തനിയെ വരാൻ തുടങ്ങും. താനേ ശുദ്ധ ഭക്തിയുത സേവനം നമുക്ക് ഉണ്ടാവും. പരിശുദ്ധ ഭക്തർക്ക് ഭഗവത് സേവനം ഒഴികെ മറ്റൊരു അഭിലാഷം ഉണ്ടാവില്ല. ഇനി ആരാണ് പരിശുദ്ധ ഭക്തര് എന്നിവിടെ പറയുന്നുണ്ട്. കൃഷ്ണന്റെ സർവീസ് അല്ലാതെ വേറെ ഒരു ആഗ്രഹവും ഇല്ലാത്തവരെയാണ് പരിശുദ്ധ ഭക്തർ എന്ന് പറയുന്നത്. എണീക്കണതും ഉറങ്ങണതും ഒക്കെ എന്താണ്, കൃഷ്ണന് വേണ്ടിയിട്ടാണ്. കൃഷ്ണന്റെ ഭക്തിയാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെയുള്ളവരാണ് പരിശുദ്ധ ഭക്തന്മാർ. അവരിൽ നിന്ന് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ശുദ്ധ ഭക്തി ഉണ്ടാവും എന്ന് പറയുന്നു. പരിശുദ്ധ ഭക്തര് 2 തരക്കാരുണ്ടെന്ന് പറയുന്നത്. ഒന്ന് സാധന സിദ്ധരും നിത്യസിദ്ധരും. നിത്യസിദ്ധർ എന്ന് പറഞ്ഞാൽ ജന്മനാ ഭക്തി, ഗോലോകത്തൊക്കെ വന്ന് നമ്മുടെ ഇവിടെ ജനിച്ച് ഭഗവാന്റെ പ്രചരണം നടത്തുന്നവർ. അതാണ് ഷഡ്ഗോസ്വാമിമാര്, അതുപോലെ പ്രഭുപാദ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഗോലോകത്ത് വൈകുണ്ഠധാമങ്ങളിൽ നിന്ന് നേരിട്ട് ഇവിടെ വന്നിട്ട് ഭഗവാന്റെ ഭക്തിയുത സേവനം പടർത്താനായിട്ട് വന്നിട്ടുള്ളവരാണ്. അവർ നിത്യസിദ്ധരാണ്. ഇനി സാധന സിദ്ധർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിത്യസിദ്ധരുടെ കൂടെ ചേർന്ന് അവരിൽ നിന്ന് ക്ലാസ്സൊക്കെ കേട്ട് സാധന ചെയ്ത് ശുദ്ധഭക്തരായി മാറും. നല്ല സംഘം കൊണ്ട് ശുദ്ധഭക്തരാവണവരാണ് സാധനാ സിദ്ധർ. ഇങ്ങനെ 2 തരത്തിലുള്ള പരിശുദ്ധ ഭക്തന്മാരുണ്ട് എന്നിവിടെ പറയുന്നു അല്ലേ. സംസർഗം കൊണ്ട് പരിശുദ്ധ ഭക്തരായി തീരുന്നവരാണ് സാധനാ സിദ്ധർ എന്ന് പറയുന്നത്. നമ്മളൊക്കെ സാധനാ സിദ്ധരാവാനുള്ള പരിശ്രമത്തിലാണ് അല്ലേ. എങ്ങനെയാണ് സത്സംഗം കൊണ്ടും ശുദ്ധഭക്തരുടെ സംഘം കൊണ്ടും നമ്മളെ സാധന വർദ്ധിപ്പിച്ച് ശുദ്ധരാവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഈ നാരദ മഹർഷിയെ കുറിച്ചും പറയണത്. നാരദ മഹർഷി പൂർവ്വജന്മത്തിൽ ദാസീപുത്രനായിരുന്നു, കേട്ടിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അദ്ദേഹം പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ മഹർഷിമാരുടെ സംസർഗം കിട്ടി അദ്ദേഹത്തിന്, നാരദ മഹർഷിക്ക്. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ആരായി മാറി, ശുദ്ധഭക്തനായിട്ട് മാറി, സ്വയം നാരദ മഹർഷിയായിട്ട് മാറി. സ്വയം നാരദ മഹർഷി പറഞ്ഞ സാധാരണ വ്യക്തിയല്ല, എല്ലാ സമ്പ്രദായങ്ങളുടെയും ഹെഡ് അദ്ദേഹമാണ്. 4 പ്രധാനപ്പെട്ട സമ്പ്രദായമുണ്ട്. ശ്രീ സമ്പ്രദായം, പിന്നെ നമ്മുടെ ബ്രഹ്മസമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം. എല്ലാ സമ്പ്രദായത്തിന്റെ മെയിൻ ഹെഡ് ആരാണ്, നാരദ മഹർഷി. എങ്ങനെ ആയി മാറി അദ്ദേഹം, എങ്ങനെ ആ ഒരു പദവിയിൽ അദ്ദേഹം എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധഭക്തന്മാരുടെ സംസർഗം പൂർവ്വജന്മത്തിൽ കിട്ടിയതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം എന്തായത് ഇപ്പോഴത്തെ പൊസിഷനിൽ എത്തിയത് എന്ന് പറഞ്ഞു. ഈ വാൽമീകിയെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട് അല്ലെ. വാൽമീകിയെ കുറിച്ച് കേട്ടിട്ടില്ലേ. വാൽമീകി ആരായിരുന്നു, എല്ലാവർക്കും അറിയാം അല്ലെ. കൊള്ളക്കാരനായിരുന്നു. അപ്പൊ നമ്മൾ കൊള്ളക്കാരൊന്നും പേടിക്കണ്ട, നമ്മൾ ക്രിമിനലാണ്, എനിക്ക് ഭക്തി ചെയ്യാൻ പറ്റില്ല, അങ്ങനൊന്നും പേടിക്കണ്ട. ആർക്കാണോ മാനസാന്തരം വരുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ നല്ല മര്യാദക്കാർ വീട്ടിലും ഉണ്ടായിരിക്കണ്ടാവും, ഭക്തിയിലേക്കേ വരില്ല. അത് നമുക്ക് ഭക്തി ആർക്ക് ഭഗവാൻ എപ്പോൾ കൊടുക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, അവരുടെ ഭാഗ്യമാണത് അല്ലേ. ഭക്തി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റത്തിനെ അംഗീകരിക്കാൻ ഏത് ആത്മാവാണോ തയ്യാറാവുന്നത്, ഭഗവാന്റെ ഈ പ്രഭുപാദന്റെ ഈ വിപ്ലവത്തിനെ ആരാണോ സ്വീകരിക്കാൻ തയ്യാറാവുന്നത് അവര് ശുദ്ധഭക്തരായിട്ട് മാറും. പ്രഭുപാദ വെസ്റ്റേൺ ഡിവോട്ടീസ് അല്ലെ, എങ്ങനെയായൊരു യമനിയമങ്ങളൊന്നും അനുസരിക്കാത്ത ആൾക്കാരായിരുന്നു. മദ്യലഹരിയിൽ ഒരു സ്ത്രീ ഒരു ദിവസം, പിറ്റേ ദിവസം വേറൊരു സ്ത്രീ, അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, പെത്തടിൻ അതൊക്കെ കഴിച്ച് അല്ലെ, മരിജുവാനെ കഴിച്ച് ഒരു തരം പ്രത്യേക ആൾക്കാരായിരുന്നു ഹിപ്പികള്. പക്ഷെ ഒരു ശുദ്ധ ഭഗവത് ഭക്തനായിട്ടുള്ള പ്രഭുപാദന്റെ സംഘം കിട്ടിയപ്പോൾ ഇവരൊക്കെ എന്തായി മാറി, മഹാശുദ്ധഭക്തന്മാരായി മാറി. സാധനാ ഭക്തര് എന്നാണ് പറയുന്നത്. അതുപോലെയാണ് വാൽമീകി ഒരു കൊള്ളക്കാരനായിരുന്നു. പക്ഷെ നാരദ മഹർഷിയുടെ ഒരു ശുദ്ധ സംഘം കിട്ടിയോടുകൂടി അദ്ദേഹം രാമന്റെ ഗുരുവായി മാറി. ആരുടെ ഗുരുവാണ്, സ്വയം ഭഗവാന്റെ ഗുരുവായി ഈ കള്ളൻ
അല്ലേ? ഒരു കൊലപാതകി, കൊല്ലാൻ മാത്രം അറിയുന്ന ഒരു കൊലപാതകി സ്വയം പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ ഗുരു ആവണമെങ്കിൽ ആ ഒരു മഹർഷിയുടെ അനുഗ്രഹം, ഒരു ശുദ്ധഭക്തന്റെ സംഘത്തിന്റെ പ്രാധാന്യം എത്രയുണ്ട് അല്ലേ? അതാണ് സത്സംഗത്തിന്റെ പ്രാധാന്യം. സാധുസംഘ ലവം മാത്രം സാധുസംഘ സർവസിദ്ധികായ. ഈ സാധുക്കളുടെ സംഘം കൊണ്ട്, ഒരു ലവം മാത്രം പറഞ്ഞാൽ കുറച്ച് മാത്രമുള്ള സംഘം കൊണ്ട് നമുക്ക് എല്ലാതും നേടാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ശരീരത്തിന്റെ ഭക്തിയുത സേവനത്തിനായിട്ട് ഉപയോഗിക്കണം അല്ലേ? നമ്മൾ ഇവിടെ പറയേണ്ട പ്രഭുപാദ സമയവും കാലവും അവസരങ്ങളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. കിട്ടിയ അവസരം, നാളെ നമ്മൾ കിടപ്പിലായി ഇവിടെ വന്ന് ഒരു സേവനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ കിട്ടിയ അവസരം പാഴാക്കരുത് അല്ലേ? അത് നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിന് ഉപയോഗിക്കാനാണ് പറയുന്നത്. മനുഷ്യര് വ്യർത്ഥമായിട്ട് ലൗകിക ആനന്ദം തെരഞ്ഞു നടക്കുന്നു. പക്ഷെ ആനന്ദം എവിടെയുള്ളത്? ഭഗവാനിൽ മാത്രമാണ് അല്ലേ? അപ്പൊ നമ്മുടെ പരമധർമ്മം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം കിട്ടില്ല. എന്താണ്? സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ അഹൈതുകി അപ്രതിഹത ആത്മാ സുപ്രസീദതി. നമ്മുടെ ആത്മാവിന് നമുക്ക് യഥാർത്ഥ സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? എന്ത് ചെയ്യണം എന്ന ഭാഗവതം പറഞ്ഞിങ്ങനെ, സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ. അധോക്ഷജനാരാണ്? കൃഷ്ണ ഭഗവാൻ അല്ലേ? അധോക്ഷജന്റെ ഭക്തിയുത സേവനം, അതാണ് നമ്മുടെ പരമധർമ്മം. അത് ചെയ്യുക. അത് എങ്ങനെ ചെയ്യുക? അഹൈതുകി അപ്രതിഹത, സ്വാർത്ഥ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ. ഭക്തി ചെയ്താൽ എനിക്ക് ഇന്ന നേട്ടം ഉണ്ടാവും എന്ന് വിചാരിച്ച് ചെയ്യരുത്. അതോടുകൂടി പോയി അതിന്റെ ശുദ്ധി പോകും. ഇനിയോ തടസ്സം വരുത്തരുത്. തടസ്സം പറഞ്ഞാൽ അത് ശുദ്ധ ഭക്തിയുത സേവനം എത്ര വേഗം തടസ്സമില്ലാതെ പോകണം. യശോദാമ്മയുടെ മകന് കൃഷ്ണന് യശോദമ്മയ്ക്ക് വെയ്യാ പറഞ്ഞിട്ട് പാല് കൊടുക്കാതിരിക്കോ? അല്ല, യശോദമ്മയ്ക്ക് തലവേദന പറഞ്ഞിട്ട് ഭഗവാന് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കോ? അതാണ് തടസ്സമില്ലാത്ത ഭക്തി എന്ന് പറയുന്നത് അല്ലെ? അതാണ് അഹൈതുകി അപ്രതിഹത. നമ്മൾ മുടങ്ങാൻ കാത്തിരിക്കുക. ഏതെങ്കിലും ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ മതി സത്സംഗത്തിൽ പോകണ്ട. നമ്മൾ സാധാരണക്കാരാണ്, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ആ ഒരു ശുദ്ധഭാവത്തിൽ എത്തിയിട്ടില്ല. ശുദ്ധഭാവത്തിൽ എത്തുമ്പോൾ ഇത് തടസ്സപ്പെടാൻ നമുക്ക് പറ്റില്ല അല്ലേ? നമുക്ക് ഭഗവാനില്ലാണ്ട് ശ്വാസം കിട്ടില്ല. ഭഗവാനെ കിട്ടാണ്ട് ശ്വാസം കിട്ടില്ല. ശ്വാസം കിട്ടണമെങ്കിൽ കൃഷ്ണൻ വേണം. കൃഷ്ണന്റെ ഭക്തരെ ഒന്ന് കാണണം, എന്നാലേ ശ്വാസം കിട്ടുള്ളൂ ശുദ്ധ ഭക്തർക്ക്. അപ്പൊ എന്ത് ചെയ്യും അവര് അഹൈതുകി അപ്രതിഹത, അതായത് ഒരു സ്വാർത്ഥതയില്ലാതെ തടസ്സമില്ലാതെ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആത്മാ സുപ്രസീദതി. ആ ആത്മാവിന് സദാനന്ദം, ചിരിക്കാൻ പറ്റും. സന്യാസിമാർക്ക് ഈ തേജസ് ഉണ്ടാവണം. അവർക്ക് ഭൗതികമായിട്ട് വീടില്ല, കുഞ്ഞുങ്ങളില്ല, നല്ല ഭാര്യയില്ല, സ്വർണ്ണമില്ല, ബാങ്ക് ബാലൻസും ഇല്ല. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞ ബൾബ് പോലെ മുഖം പ്രകാശിക്കുന്നത്. എന്താ കാരണം? അവര് സുപ്രസീതി, അവരുടെ ആത്മാവ് സന്തോഷത്തിലാണ്. ആത്മാ സുപ്രസീതി. നമുക്ക് കനത്ത ബാങ്ക് ബാലൻസ് ഉണ്ട്, നല്ല ജോലിയും കുടുംബവും ഉണ്ട്, നല്ല പേരും പ്രശസ്തി ഉണ്ട്. പക്ഷെ മുഖം കണ്ടു കഴിഞ്ഞാൽ അല്ലെ, ടെൻഷനും കൊണ്ട് വിഷമം കൊണ്ട് അവരെ കണ്ടി നമുക്ക് പോലും പാവം ഒന്ന് ഉറങ്ങാൻ തോന്നും. ചിലരെ കണ്ടാൽ നമുക്ക് പോയി റെസ്റ്റ് എടുക്കാൻ തോന്നും. എന്താ വെച്ചാൽ അത്ര വേദനയും വിഷമമാണ് മുഖത്ത്. എന്താ വെച്ചാൽ ടെൻഷൻ കൊണ്ട് അല്ലേ? നമുക്ക് ആനന്ദം കിട്ടണത് ഈ വക ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നല്ല എന്നാണ് ഇത് തെളിയിക്കണേ. നമുക്ക് ആനന്ദം കിട്ടുന്ന ആത്മാവ് ഭഗവാനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സന്തോഷം കിട്ടണത്. അത് പരിശീലിച്ച് നോക്കൂ, സ്വയം പരിശീലിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് ഭഗവാൻ ആനന്ദം ശരിക്കും കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഭഗവാനിൽ നിന്ന് ആനന്ദം അന്വേഷിക്കണം അല്ലേ? എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ആ ആനന്ദം ഭൗതികമായിട്ട് അന്വേഷിക്കാൻ പാടില്ല. ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ ആനന്ദം കിട്ടും. നമുക്കൊന്നും ആവശ്യമില്ല. ഇനി കുറെ കാര്യങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ കംപ്ലീറ്റ് അവയവങ്ങളെയും ഭഗവാന് വേണ്ടി സേവനത്തിന് അർപ്പിക്കണം. ഇവിടെ നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട്, കണ്ണനെ കാണാത്ത കണ്ണെന്തിന. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? കൃഷ്ണ കണ്ണെന്തിന, കൃഷ്ണ കണ്ണെന്തിന. ആ ശ്ലോകത്തിന്റെ സംഭവങ്ങളാണ് ഇനി പറയണത്. ശിരസ് ഭഗവാന്റെ മുന്നിൽ നമിക്കാത്ത പക്ഷം അതൊരു അധിക ചുമടാണെന്ന്. ഭഗവാന്റെ മുന്നിൽ നമിക്കാത്ത ശിരസ് ഒരു ഭാരമാണെന്നാ പറയണത്. കൈകള് ഹരിസേവനത്തിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ അതൊരു മൃതസമാനാണെന്ന്, ശവമാണെന്ന് ആ ബോഡി. വളയക്കിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് അല്ലേ? പിന്നെ 3 തരം ഭക്തന്മാരെ കുറിച്ച് പിന്നെ പറയണത് കനിഷ്ഠ അധികാരി, മധ്യമ അധികാരി, ഉത്തമ അധികാരിയെ കുറിച്ച് പറയുന്നത്. കനിഷ്ഠ അധികാരി പറഞ്ഞാൽ വിഗ്രഹത്തിൽ മാത്രമേ ആസക്തി ഉണ്ടാവുള്ളൂ, ഭക്തന്മാരോടൊന്നും അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. മധ്യമ അധികാരി എന്ന് പറയുന്നത് വിഗ്രഹങ്ങളുടെ ആരാധന ഉണ്ടാവും, ഭക്തന്മാരോട് റെസ്പെക്റ്റ് ഉണ്ടാവും, മുതിർന്ന ഭക്തന്മാരെ റെസ്പെക്റ്റ് ചെയ്യും, സമത്തിലുള്ളവരെ സുഹൃത്തായി കാണും, താഴെയുള്ളവരോട് കരുണയുണ്ടാവും. ഇങ്ങനെയാണ് മധ്യമ അധികാരി. ഉത്തമ അധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഭാതയെ പോലുള്ള ആ ഒരു ലെവലുള്ളവരാണ്. അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒഴികെ ബാക്കി എല്ലാവരെയും ഭക്തരായിട്ട് കാണും.
നമ്മൾ നമ്മളെ മാത്രമേ ഭക്തരായി കാണുള്ളൂ അല്ലേ. പക്ഷെ ശുദ്ധ ഭക്തന്മാരെന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭക്തിയില്ല, എന്നെ ഒഴിക്കും, ഞാൻ മാത്രമേ ഭക്തരല്ലാത്തുള്ളൂ, ബാക്കി ആ വ്യക്തികൾ ഇരിക്കുന്ന എല്ലാവർക്കും, ലോകത്ത് എല്ലാവർക്കും ഭക്തിയുണ്ട് അല്ലേ, അവരെല്ലാവരും ഭഗവാന്റെ അംശമാണ്. അങ്ങനെ കാണുന്നവരാണ് ഉത്തമ അധികാരി. ഉത്തമ അധികാരിയിൽ നിന്നാണ് നമ്മൾ ദീക്ഷ വാങ്ങിക്കാം. മധ്യമ അധികാരിയിൽ നിന്നാണ് നമ്മൾ സത്സംഗം എടുക്കേണ്ടത്. മധ്യമ അധികാരിയുടെയും ഉത്തമ അധികാരിയിൽ നിന്ന് ദീക്ഷയും അല്ലേ. ദീക്ഷ സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള, ദീക്ഷ കൊടുക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു ഉത്തമ അധികാരിയാണ്. തന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പരിശുദ്ധ ഭക്തന്മാരായിട്ട് അവർ കാണും. താൻ ഏറ്റവും മോശം. യുധിഷ്ഠിര മഹാരാജാവ് ഉത്തമ അധികാരിയാണ്. യുധിഷ്ഠിര മഹാരാജാവ് എന്താ വിചാരിക്കുന്നത്? ഏറ്റവും മോശം ഞാനാണ്, ദുര്യോധന പോലും നല്ലതാണെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പറയണം, അത് ഒറിജിനലായിട്ട് അങ്ങനെയാണ് വിചാരിക്കുന്നത്. ദുര്യോധനൻ പോലും, കാരണം ഈ യുദ്ധം ജയിച്ചപ്പോൾ യുധിഷ്ഠിരന്മാരായി വിചാരിക്കുന്നത് ഞാൻ കാരണം, എൻ്റെ സ്വാർത്ഥത കാരണം ഞാൻ ഇവരെയൊക്കെ കൊന്നു എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഒരുപാട് വിഷമിച്ചിട്ടാണ് ഭഗവാൻ ഭീഷ്മ പിതാമഹനെ കൊണ്ട് ഉപദേശങ്ങൾ നടത്തുന്ന അവസാനം ഈ യുധിഷ്ഠിര മഹാരാജാവിന് ഒരു സമാധാനം കിട്ടാൻ. അദ്ദേഹം വിചാരിക്കുന്നത് എൻ്റെ സ്വാർത്ഥ ലാഭത്തിന്, സിംഹാസനത്തിന് വേണ്ടി ഞാൻ എത്രയോ 108 പേരെ കൊന്നു, എൻ്റെ സഹോദരനെ കൊന്നു, ഞാൻ അത്യധികം പാപിയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു അതാണ് ഉത്തമ അധികാരി. യുധിഷ്ഠിര മഹാരാജാവൊക്കെ ആ ഒരു ലെവലിലുള്ളവരാണ്. അതാണ് ഉത്തമ അധികാരികൾ, അവരാണ്. അപ്പൊ ഈ 3 ഭക്തരെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടാ. ഇനി ഇവിടെ പറയുന്നത് മുഴുവൻ ഭഗവാന്റെ, നമ്മൾ ഗൃഹസ്ഥർക്ക് വിഗ്രഹാരാധന വളരെ അത്യാവശ്യമാണ്. എങ്ങനെയാണ് വിഗ്രഹം സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, മുകളിൽ രാധാകൃഷ്ണ വെക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സമ്പ്രദായം വന്നിട്ട് രാധാദാസ്യമാണ്. നമ്മുടെ ഭക്തി സിദ്ധാർത്ഥ സരസ്വതി പറയുന്നത് നമ്മുടെ ഇസ്കോൺ സമ്പ്രദായം സ്പെഷ്യലായിട്ടും രാധാകൃഷ്ണന്മാരുടെ സർവീസാണ്. അപ്പം നമ്മൾ ഓൾട്ടറിൽ ലഡ്ഡുഗോപാൽ ഉണ്ടെങ്കിലും മുകളിൽ രാധാകൃഷ്ണൻ ഒരു ഫോട്ടോ എങ്കിലും വെക്കണം. രണ്ടാമത് ലഡ്ഡുഗോപാലിനെ വെക്കുക, പിന്നെ ബാക്കി എല്ലാ വിഗ്രഹങ്ങളും ആരാധിക്കാൻ വെക്കുക, കുഴപ്പമില്ല. പക്ഷെ രാധാകൃഷ്ണന്മാരെ മുകളിൽ വെക്കുക. പിന്നെ അതിന് പകരം ലക്ഷ്മി നാരായണ സീതാരാമൊക്കെ പറയുന്നുണ്ട്. പിന്നെ നരസിംഹം വെക്കണം, ഗൗരനിതായനെ വെക്കണം, പിന്നെ മറ്റ് വിഷ്ണു രൂപങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഓൾട്ടർ സെറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇനി 12 വയസ്സിന് മുകളിൽ പ്രായമായവരിൽ ഒരാളെങ്കിലും ഒരു വീട്ടിൽ ദീക്ഷ എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ രാവിലെ 4 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള ആ ഒരു സിസ്റ്റം ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്കതറിയാം. മംഗളാരതി അല്ലേ, പിന്നെ നരസിംഹാരതി, തുളസി പൂജ, പിന്നെ ഗുരു പൂജ, നാമജപം, പിന്നെ ഭോഗാരതി, ശൃംഗാരാരതി, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നിവേദ്യണ്ണി, അത് കഴിഞ്ഞ് സന്ധ്യാരതി, അങ്ങനെ പോയി രാത്രി 10 മണിക്ക് ശയനാരതി, ഭഗവാനെ ഉറക്കി. അപ്പൊ രാവിലെ എണീറ്റ് മുതൽ രാത്രി വരെ നമുക്ക് ഭഗവാനായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു സിസ്റ്റം പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എന്ത് തന്നെയാലും ഗൃഹസ്ഥാശ്രമികൾ വീട്ടിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇത് ശുദ്ധഭക്തിയുടെ സേവനം, അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറയുന്നത്. പുതുഭക്തർ പ്രത്യേകിച്ച് വിഗ്രഹാരാധന ചെയ്യണം, ഗുരുവിന്റെ നിർദ്ദേശത്തിന് കീഴിൽ ചെയ്യണം. അതാണ് പറയുന്നത്. ശ്രീ വിഗ്രഹാരാധന നിത്യനാന ശൃംഗാര തന്മന്ദിരമാജനാദോ യുക്തസ്യ ഭക്താംസ്യ നിയുഞ്ജതോബി വന്ദേ ഗുരോ ശ്രീചരണാരവിന്ദം. വിഗ്രഹത്തിന് ശൃംഗാരം ചെയ്യുക, ആടയാഭരണങ്ങൾ അണിയിക്കുക അല്ലെ, ക്ഷേത്രം കഴുകി വൃത്തിയാക്കുക. നമ്മൾ ചെയ്യണതൊക്കെ കണ്ടോ, ഓരോ ക്ഷേത്രത്തിൽ പോയി അടിച്ചു വാരുന്നത്, വൃത്തിയാക്കണം ഒക്കെ നല്ലതാണ്. അത് വൃത്തിയായിട്ട് ക്ഷേത്രം സൂക്ഷിക്കുക. വീട്ടിൽ നമുക്കിത് ചെയ്യാൻ പറ്റാത്തവർ അടുത്തൊരു ക്ഷേത്രങ്ങളിൽ നിത്യേന സന്ദർശിക്കുക. വീട്ടിൽ കൃഷ്ണക്ഷേത്രം ഉണ്ടാക്കാനാണ് പറയുന്നത്. അത് പൂജാ റൂമിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് എന്നും വൃത്തിയാക്കി ഈ കാര്യങ്ങൾ ചെയ്യണം. അല്ലാത്തവർ, തീരെ നിവൃത്തിയില്ലാത്തവർ കൃഷ്ണക്ഷേത്രത്തിൽ പോവുക. പ്രഭു ചോദിച്ച സംശയത്തിന്റെ മനസ്സിലായോ? ഈ ചാപ്റ്ററാണ് എടുക്കണമെന്നുള്ളത് എനിക്ക് പ്രഭു ചോദിക്കുമ്പോൾ ഓർമ്മയില്ല. പ്രഭു വിളിച്ച് ചോദിച്ചിരുന്നു, മാതാജി വീട്ടിൽ ആരതിയൊക്കെ എനിക്ക് തുടങ്ങുന്ന സാധനം എങ്ങനെയൊക്കെ വൃത്തിയായി പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭു വിളിച്ചിട്ടുണ്ടായിരുന്നു. എടുക്കണത് 3-ാം അധ്യായത്തിൽ ഈ ആരാധനയെ കുറിച്ച് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഭഗവാനും ഭക്തരൊക്കെ പരസ്പരം കണക്റ്റഡാണ്. ഉള്ളിലുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാക്കണത്, ഈ ചാപ്റ്റർ വരണത് ഒക്കെ ഭഗവാന്റെ ഒരു ഇതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പുണ്യസ്ഥലങ്ങൾ, പുണ്യധാമങ്ങൾ സന്ദർശിക്കണം. ഇതൊക്കെ നമ്മുടെ ഭക്തി വളരാൻ പറയണം. പിന്നെ പരിശുദ്ധ ഭഗവത് ഭക്തന്റെ പാദധൂളികൾ നമ്മൾ ശിരസിലെടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ അതെടുക്കാത്ത വ്യക്തി ശവശരീരമാണെന്ന് പറയുന്നത്. ശുദ്ധഭക്തൻ കാല് തൊട്ട് നമസ്കരിച്ച് ആ ധൂളി നമ്മുടെ ശിരസിൽ ഏറ്റാത്തവര് എന്താണ് പറയണത്? അവർ ശവശരീരമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ പാദത്തിലെ തുളസീതളങ്ങളുടെ സ്മെല്ല് മണക്കാത്ത മൂക്ക് ഒരു കാര്യമില്ല, അതൊരു ശവശരീരമാണെന്നാണ് പറയുന്നത്. മൊത്തം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾ കൊണ്ടും ഭഗവാൻ ആരാധിക്കണം, അതാ പറയണത്. ജഡഭരതൻ രഘുഗുണ മഹാരാജാവിനോട് ഇത് പറയുന്നുണ്ട്. അല്ലയോ രഘുഗുണ മഹാരാജാവേ, ഒരുവൻ മഹാഭഗവത് ഭക്തരുടെ പാദധൂളികളാൽ അനുഗ്രഹീതനാകാത്ത പക്ഷം
ഭക്തിയുത സേവനത്തിന്റെ പരമ പരിപൂർണ അവസ്ഥ പ്രാപ്തമാക്കാൻ കഴിയില്ല എന്ന്. പരിപൂർണ അവസ്ഥ എന്താണ് ഭക്തിയുത സേവനത്തിന്റെ? പ്രേമ, കൃഷ്ണപ്രേമം അല്ലേ? ആ കൃഷ്ണപ്രേമം കൊണ്ട് കണ്ണു നിറഞ്ഞ് വിയർത്ത് സന്തോഷത്തിൽ ആരാധന ചെയ്യണമെങ്കിൽ പരിശുദ്ധ ഭക്തന്മാരുടെ പാദധൂളികൾ നമ്മൾ ശിരസിൽ വെക്കണം. അപ്പൊ ഇത് പറയുന്നുണ്ട്. പിന്നെ ഒരു വ്യക്തിക്ക് ഇന്നാലേ പരമഹംസ അവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. അതായത് ശുദ്ധ ഭക്ത അവസ്ഥ ആണോ ഈ പരമഹംസ അവസ്ഥ എന്നൊക്കെ പറയുന്നത്. ജഡഭരതൻ പറഞ്ഞാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് പറയാനായിട്ട് നമുക്ക് നിർത്തണം. അപ്പോൾ ജഡഭരതന്റെ കാര്യം മനസ്സിലായി. ജഡഭരതൻ കേട്ടിട്ടുണ്ട്, രഘുഗുണ മഹാരാജാവ് എല്ലാവരും കേട്ടിട്ടുണ്ട്. ജഡഭരതൻ രഘുഗുണ മഹാരാജാവിന് ഉപദേശിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി ഭക്തർക്ക് മാത്രമേ കൃഷ്ണനെ മറ്റൊരു ഭക്തർക്ക് നൽകാൻ കഴിയുള്ളൂ. അല്ലെ, നമുക്കുള്ളല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ബിസിനസ്സുകാരന്റെ കൂടെ നിന്നാൽ നമുക്ക് ബിസിനസ്സുകാരനാവാൻ പറ്റും അല്ലേ? ഒരു പനി ബാധിച്ച ഒരാളുടെ കൂടെ നിന്നാൽ നമുക്ക് പനി പിടിക്കും അല്ലേ, ജലദോഷം പിടിക്കും. എന്താണോ നമ്മുടെ സംഘത്തിലെ സ്വഭാവം അത് നമുക്ക് കിട്ടും. ഭക്തന്മാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്തി കിട്ടും. അപ്പൊ ഭക്തന്മാർക്കാണ് ഭക്തി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇനി അതെന്താ, അതായത് നമ്മൾ നേരിട്ട് കൃഷ്ണനെ, അടുത്ത പോയിന്റാണ് ഇത്, ലാസ്റ്റ് പോയിന്റാണ്. നേരിട്ട് കൃഷ്ണനെ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ എന്ത് വേണം? ഗുരു പരമ്പരയിലൂടെ, അതായത് ഗോപി ഭർത്തൃ പദകമലയോർ ദാസദാസാനുദാസ, നമ്മളെ ഏറ്റവും താഴെയുള്ള ഭഗവത് ദാസന്റെ ദാസനായിരിക്കണം. ഏറ്റവും വലിയ ഭക്തരെ അന്വേഷിച്ച് നടക്കരുത്. നമ്മുടെ അടുത്തുള്ള ഏറ്റവും ചെറിയ ഭക്തരുടെ ദാസനായിരിക്കണം. നമ്മൾ വിചാരിക്കും ഷോ ജയഭാസ്വാമി ഉണ്ട്, നേരിട്ട് ആൾക്ക് പോയിട്ട് നമ്മൾ കാര്യം ചെയ്താലോ എന്ന്. ജയഭാസ്വാമി പരിശുദ്ധ ഭക്തനാണ് അല്ലേ, അദ്ദേഹം ഉത്തമ ഭക്തനാണ്. അപ്പൊ നമ്മൾ കേട്ടു അതിനെക്കുറിച്ചോ, ശരി ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ സമ്പാദിച്ചൊന്നും വേണ്ട, നേരിട്ട് ജയഭാസ്വാമിയുടെ അടുത്ത് പോയിട്ട് പ്രവർത്തനം ചെയ്യാം. സ്വീകരിക്കുമോ ഭഗവാൻ? ഗുരു സ്വീകരിക്കില്ല, ഗുരു പോലും സ്വീകരിക്കില്ല. ഒരു പ്രശ്നം ഒരു മാതാജി അവിടെ ചെന്ന് പറഞ്ഞു, നേരിട്ട് ഗുരുമാരൻ്റെ അടുത്ത് പറഞ്ഞു. ഗുരുമഹാരാജ് വേഗം ടൈപ്പ് ചെയ്തു, ഇത് ഏത് സെന്ററിലെ ആളാണെന്ന് അറിയാൻ വേണ്ടി ദീക്ഷാ നെയ്മ് ടൈപ്പ് ചെയ്തപ്പോൾ വന്നു ഗുരുവായൂർ സെന്ററിന്റെ അണ്ടറിലുള്ള അയ്യന്തോൾ സത്സംഗത്തിലെ മാതാജിയാണ്. ഉടൻ അനുത്തമനെ, അവിടുത്തെ യാത്ര ലീഡറാണ് അനുത്തമ കൃഷ്ണേന്ദ്രദാസ്, ആളെ വിളിക്കൂ, കാര്യങ്ങൾ ശരിയാക്കാൻ പറയുമെന്ന്. പ്രശ്നം നമ്മളോട് പറയാണ്ട് നേരിട്ട് ഗുരുവിനോട് ലെറ്റർ എഴുതി. ഗുരു എന്ത് ചെയ്തു? ഇത് എവിടുത്തെ ആളാണ്, ആ ആളുടെ ശിക്ഷാഗുരുവായിട്ട് സംസാരിച്ച് ശരിയാക്കാൻ പറഞ്ഞു പ്രശ്നം. അതായത് എന്താ മനസ്സിലായിരുന്നു? ഗുരുവിന് നേരിട്ട് ശരിയാക്കാൻ അറിയാഞ്ഞിട്ടാണത്. ഗുരുവിന് ഈ വ്യക്തിനെ ഒന്ന് ബ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ കഴിവുണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യണം അല്ലേ. നമ്മളെ ഏറ്റവും ഗോപി ഭർത്തൃ പദകമലയോർ ദാസദാസാനുദാസ, ഗോപികമാരുടെ ഭർത്താവിന്റെ ഭർത്താവ് ആരാണ്? കൃഷ്ണന്റെ പാദകമലത്തിലുള്ള ഭക്തന്മാരുടെ ദാസന്റെ സെർവന്റ് ഓഫ് ദ ഏറ്റവും ചെറിയ ദാസനല്ലേ, അവന്റെ ദാസനായിരിക്കണം. ഈ ലാസ്റ്റ് ദാസൻ ആരാണ്? നമ്മളായിരിക്കും ഇവിടുത്തെ അല്ലേ. അപ്പൊ അതിന്റെ ദാസരായിരിക്കണം എന്ന് വെച്ചാൽ നമ്മളങ്ങനെ പറഞ്ഞു തരില്ല. കാരണം അറിയില്ല, പലർക്കും സത്യം അറിയാണ്ട്, എങ്ങനെ ഭക്തിയോ സേവനം ചെയ്യുന്ന അറിയാണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയായ പ്രേമം ഭഗവാന്റെ കിട്ടില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇത് പറയേണ്ടി വരുന്നത്. ശരിക്കും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏറ്റവും ചെറിയ ഭക്തരുടെ ദാസരായിരിക്കണം അല്ലേ. ഏറ്റവും വലിയ ഭക്തർ അന്വേഷിച്ചു പോകാനോ പാടില്ല അല്ലേ. ഗോപി ഭർത്തൃ പദകമലയോ ദാസാനുദാസ. നമ്മൾ പ്രഭുപാദിന്റെ നേരിട്ട് ഒരു കാര്യം ചെയ്യും. പ്രഭുപാദാണ് സുമാജി പറഞ്ഞ ഏറ്റവും വലിയ ഭക്തൻ പ്രഭുപാദ് കാരണമാണ് ഇത് ഉണ്ടായത്. ഞാൻ ദീക്ഷയെ പ്രഭുപാദിനെ എടുക്കുന്നത് അങ്ങനെ വിചാരിച്ച എന്തോ, അതാണ് ഋത്തിക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു അല്ലേ. അങ്ങനെ പാടില്ല. അല്ലെങ്കിൽ വേണ്ട, പ്രഭുപാദിന്റെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി, അദ്ദേഹത്തിനാണ് ആ കാര്യങ്ങൾ മുഴുവൻ വേണ്ട. ഷഡ്ഗോസ്വാമിമാരുണ്ടല്ലോ, എന്തിനാ ഇവരുടെ അടുത്തൊക്കെ പോണേ അല്ലേ. അവരാരാണ്? 6 ഗോപികമാരാണ്, മഞ്ജരിമാരാണ്. അവരെടുത്ത് പോവാ വിചാരിച്ചാൽ കിട്ടുമോ ഭക്തി? ഇവരെല്ലാവരും എപ്പോഴും ബ്ലസ് ചെയ്യുക? താഴെയുള്ള ആള് നമ്മുടെ ഏറ്റവും താഴെയുള്ള ഭക്തൻ നമ്മളെ ബ്ലസ് ചെയ്യണോടുകൂടി ആ ബ്ലസ്സിങ് അതിന്റെ മുകളിൽ കംപ്ലീറ്റ് കഴിയണം വന്നു. ആരുടെ? ഗുരുവിന്റെ, പ്രഭുപാദിന്റെ ഒക്കെ. ഇപ്പോ അല്ലേ, ഒരു താഴെയുള്ള ഭക്തൻ നമ്മുടെ വരുന്ന ഒരു സത്സംഗത്തിൽ ഒരു ഭക്തനെ ബ്ലസ് ചെയ്തു. അതിന്റെ മേലെ ആരുടെ കൈ വന്നു? ഉടൻ ബ്ലസ് ചെയ്ത് ഉടൻ ആരെ ബ്ലസ് ചെയ്യണം അവിടെ? ഗുരുമഹാരാജ്, പ്രഭുപാദ് അല്ലെ, ഭക്തി സിദ്ധാന്ത സരസ്വതി, ഷഡ്ഗോസ്വാമിമാര്, അങ്ങനെ രാധാറാണി, എല്ലാവരും മേഴ്സി ആ കയ്യിലേക്ക് അപ്പൊ തന്നെ വന്ന് വീഴും. നമ്മൾ വിചാരിക്കണം അവരെ കിട്ടാൻ നേരെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ ചിലവർ വിചാരിക്കും രാധ മതി, ഇവരാരും വേണ്ട, രാധ മതി വിചാരിക്കും. അപ്പൊ ഈ ഒരു സംശയം നമ്മൾ തീരണം. ഇവിടുന്ന് മനസ്സിലാക്കി വെക്കണം. എന്ന് വെച്ചാൽ നേരിട്ട് നമ്മൾ ഭഗവാനെ പ്രാപിക്കാനായിട്ട് പാടില്ല. എങ്ങനെ വേണം? ഗോപി ഭർത്തൃ പദകമലയോ ദാസദാസാനുദാസ,
ഭഗവാന്റെ ആനന്ദ ശക്തിയായിട്ടുള്ള രാധാറാണി ഒരു ഭക്തനെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയണത്, ശ്രീമതി രാധാറാണി ഒരിക്കലും ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ ആ ഭക്തനെ ഭഗവാൻ സ്വീകരിക്കും. ഇനി രാധാറാണി എങ്ങനെ സ്വീകരിക്കും എന്നാ പറയണത്? ഒരു മൂക്കുത്തി കൃഷ്ണ ഭഗവാന്റെ ഒരു ചെറുവിരലൊരു മോതിരം കാണാണ്ട് പോയപ്പോ അത് കിട്ടിയത് ആർക്കറിയോ? എല്ലാവരും തിരയാൻ തുടങ്ങി, ഗോപിയന്മാരൊക്കെ. കിട്ടിയത് ഏറ്റവും താഴെയുള്ള ഒരു ഗോപിക്ക് കിട്ടി. ഏറ്റവും താഴെ പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രാധാകൃഷ്ണന്റെ ചുറ്റുമായിട്ട് അഷ്ടസഖികളുണ്ട്. ഈ അഷ്ടസഖികളുടെ ചുറ്റും അവർക്ക് ഓരോരോ 8 സഖികളുണ്ട്. അങ്ങനെ അഷ്ട പൂക്കളട്ട പോലെ ഉണ്ടാവും. പിന്നെ അതിന്റെ അഷ്ടസഖികൾ, അതിന്റെ കീഴിൽ 8 അങ്ങനെ കോടിക്കണക്കിന് ഭക്തരാണ് ഈ ചുറ്റും. നടുവിൽ രാധാകൃഷ്ണന്മാർ. ഇങ്ങനെയാണ് ആ സംഭവത്തിലെ ഏറ്റവും അടിയിലുള്ള ആൾക്ക്, ഏറ്റവും താഴെയുള്ള ആൾക്ക് കൃഷ്ണന്റെ മോതിരം കിട്ടി. നമുക്ക് അങ്ങനെ ഒരു മോതിരം കിട്ടി, നമ്മൾ എന്ത് ചെയ്യും? നേരെ കൃഷ്ണന് കൊണ്ട് കൊടുക്കും അല്ലേ? ഉണ്ടോ? ചെയ്യില്ലേ? പക്ഷെ ഈ ഗോപി എന്ത് ചെയ്തു? അതിന്റെ തൊട്ട് മുകളിൽ ആൾക്ക് കൊടുത്തു. ആ തൊട്ട് മുകളിൽ ആൾ എന്ത് ചെയ്തു? ആ തൊട്ട് മുകളിൽ ആൾക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്ത് അവസാന അഷ്ടസഖികളുടെ അടുത്തെത്തി. അഷ്ടസഖികളിൽ ലളിത വിശാഖയുടെ അടുത്തെത്തി. അതിൽ നിന്ന് ലളിതയുടെ കയ്യിലെത്തി. ലളിത വന്നിട്ട് രാധാറാണിക്ക് കൊടുത്തു. രാധാറാണി കൃഷ്ണ ഭഗവാന്റെ കയ്യിൽ ആ മോതിരം ഇട്ട് കൊടുത്തു. ഇപ്പൊ എത്ര പേര് സന്തോഷിച്ചു? ആ സംഭവത്തിൽ കോടിക്കണക്കിന് ഭക്തർ ഒരുപോലെ ആ മോതിരത്തിന്റെ സന്തോഷം അനുഭവിക്കുന്നത് അല്ലേ? ഇതാണ് പ്രഭുപാദം ഗുരുപരമ്പരയും ഭഗവാനും ആഗ്രഹിക്കുന്ന സിസ്റ്റം. ഈ സിസ്റ്റത്തെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആനന്ദം നഷ്ടപ്പെടും. മനസ്സിലാവണ്ടോ? ഈ ആനന്ദം നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ ഭക്തരിൽ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ് സംസാരിച്ച് ആ തെറ്റിദ്ധാരണകളെ തീർത്ത്, അല്ലേ? നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, തെറ്റിദ്ധാരണകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട, ഈ സത്സംഗമൊന്നും വേണ്ട, നേരെ ഗുരുമാരാൻ്റെ അടുത്ത് പോയി മായപ്പൂർ സെറ്റിൽ ചെയ്യാൻ പോകണം വിചാരിക്കും, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? നമ്മുടെ ഇമ്മീഡിയറ്റ് ഭക്തരായിട്ട് ചർച്ച ചെയ്ത് എന്താണ് പ്രശ്നം, എന്താണ് നമ്മൾ അനുഭവിക്കുന്ന വിഷമം, അത് സംസാരിക്കാം. മാതാജി പ്രഭു, ഇങ്ങനെ ഒരു വിഷമം എനിക്കുണ്ട്, ഇതെന്താ എനിക്ക് ഉണ്ടാവണം എന്നറിയില്ല, എന്താ അങ്ങനെ നിങ്ങളെക്കുറിച്ച് അങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച്, പരസ്പരം സംസാരിച്ച് അത് തീർത്ത് അവിടെ സന്തോഷമായിട്ട് പോകണം. അവിടെ നിൽക്കാത്ത വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുകളിൽ വരാൻ പാടുള്ളൂ, ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഈ സിസ്റ്റം കൊണ്ടുപോകേണ്ടത്, അല്ലേ? അത് പറയണത് അതിൻ്റെ ആ ഒരു വരിനെ പറയുന്നതാണ് ഗോപി ഭർതൃ പദകമലയോ ദാസ ദാസാനു ദാസ. അപ്പൊ ഏകദേശം നമ്മുടെ നിന്ന് കഴിഞ്ഞു. പിന്നെ ഈ നാമം ജപിക്കുമ്പോൾ, പരിശുദ്ധ നാമം ജപിക്കുമ്പോൾ ഉയർന്ന ഭക്തർക്ക് ഒരുപാട് ലക്ഷണങ്ങൾ വരും. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹർഷോന്മാദ അവസ്ഥയിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുക, പിന്നെ എന്താണ്, രോമാഞ്ചം വരിക, ശബ്ദമിടറുക, വിയർക്കുക, ശരീര വിളർച്ച ഉണ്ടാവുക, സമാധി അവസ്ഥയിൽ ബോധമില്ലാതാവുക, ഈ ഒരു അവസ്ഥയിലൊക്കെ എത്തും. അത് ഉയർന്ന ലെവലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പടിപടിയായിട്ട് തന്നെ ഇത് സംഭവിക്കാം. നമ്മൾ ഇന്ന് വന്നാൽ ഇന്ന് തന്നെ ഇതൊന്നും സംഭവിക്കില്ല. വർഷങ്ങളോളം സാധന ചെയ്യുമ്പോൾ ആ ശുദ്ധഭക്തന്മാരുടെ കരുണ വരണ ഒരു സമയത്ത് നമുക്കത് സംഭവിക്കും. പക്ഷെ ചില വ്യക്തികൾ, തരം താഴ്ന്ന വ്യക്തികൾ എന്താ വെച്ചാൽ ഈ കൃത്രിമമായിട്ട് ഈ ലക്ഷണങ്ങളെ കാണിക്കും. ആളുകളുടെ മുമ്പിൽ പേരും പ്രശസ്തിയൊക്കെ കിട്ടാൻ വേണ്ടി കണ്ണീരൊഴുക്കണതും വിറയ്ക്കണതൊക്കെ കാണിക്കാൻ തുടങ്ങും. പല ആളുകളും ഇത് ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയില്ല, അനുകരിച്ച് കാണിക്കും. ഇത് പ്രാകൃത സഹജീയ ഭക്തിയാണ്. ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് പോകാൻ പാടുള്ളൂ. നമ്മൾ ജപിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരുമ്പോൾ ഉറങ്ങുക, എന്നിട്ട് ജപിക്കുക, പ്രസാദം വയറ് നിറച്ച് കഴിക്കുക, പ്രസാദം ഒന്നും വേണ്ട വെക്കണ്ട. നമ്മളെ ഷഡ്ഗോസ്വാമിമാരുടെ ലെവലിലൊന്നും അല്ല, നന്നായി പ്രസാദം കഴിക്കുക, നാമം ജപിക്കുക, ക്ലാസ് കേൾക്കുക, ഇങ്ങനെ പോയി പതുക്കെ കുറേ പോകുമ്പോൾ പതുക്കെ കഴിയുമ്പോൾ നമുക്ക് ദീക്ഷ കിട്ടും. ദീക്ഷ കിട്ടുമ്പോൾ നമ്മുടെ അനർത്ഥങ്ങൾ ഇങ്ങനെ പോകാൻ തുടങ്ങും. അനർത്ഥങ്ങൾ പറഞ്ഞാൽ എന്താ, നമുക്ക് പരദൂഷണം, കുശുമ്പ്, അസൂയൊക്കെ ഉണ്ട്, ഇതൊക്കെ മാറും. പിന്നെ എന്താണ്, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുമ്പോൾ ഒരു സങ്കടം, ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ തീരണം നമ്മുടെ, അല്ലേ? ഇതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഹർഷോന്മാദ അവസ്ഥയൊന്നും കാണിച്ചിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ പടിപടിയായിട്ട് പോവും. ഗുരുവിൻ്റെ കീഴിൽ നമുക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, കുറേ പോയിട്ടുണ്ട്, ഇനിയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മതമാത്സര്യങ്ങൾ പിന്നെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ 6 ദോഷങ്ങൾ നമ്മൾ പറയില്ലേ? എന്തൊക്കെയാ പ്രഭു 6 ദോഷങ്ങൾ? കാമക്രോധ ലോഭ മത മോഹ മത മാത്സര്യ, ഇതൊക്കെ നമ്മൾ പടിപടിയായിട്ട് പോയിക്കൊണ്ടിരിക്കണ്ടേ. നമ്മൾ അറിയാതെ പോകണ്ട കേട്ടോ. നമ്മൾ പേടിക്കണ്ട, നമ്മളൊന്നും ട്രൈ ചെയ്യണ്ട, ഇത് കളയണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പരിശ്രമിക്കൊന്നും വേണ്ട. ഈ സിസ്റ്റം ഫോളോ ചെയ്താൽ മാത്രം മതി. ഈ പ്രഭുപാദ് പറഞ്ഞതനുസരിച്ച് ഇത് സിസ്റ്റം വൃത്തിയായി ചെയ്യുക, സർവീസ് നന്നായി ചെയ്യുക, ജപിക്കുക, ഇതൊക്കെ ചെയ്യുക. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് തീർക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഈ സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ അനർത്ഥങ്ങൾ തനിയെ നമ്മുടെ പോകും. അത് കഴിയുമ്പോഴാണ് നിഷ്ഠ വരിക. നിഷ്ഠ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മംഗളാരതി, സന്ധ്യാരതി, ജപം, നിവേദ്യം, പരദൂഷണങ്ങളൊന്നും ഒരു വർത്താനം ആളുടെ വായിലുണ്ടാവില്ല.
നിഷ്ഠ വന്ന ഭക്തര് കൃഷ്ണനെ കുറിച്ച് അല്ലാണ്ട് വേറെ ഒരു സംസാരമില്ല. ക്ഷമ, സ്നേഹം, വിനയം, ദേഷ്യം ഉണ്ടാവില്ല. അതൊക്കെ നിഷ്ഠ വന്ന ഭക്തരുടെ ലക്ഷണങ്ങളാണ്. ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നിഷ്ഠ വന്നിട്ടില്ല തന്നെ അർത്ഥം. നിഷ്ഠയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ടാവും അവര്, പക്ഷെ ദേഷ്യം വരാൻ പാടില്ല. എല്ലാവരോടും പ്രേമം വരും, കരുണ വരും, ദയ വരും, സംസാരത്തിൽ കൃഷ്ണനെ കുറിച്ച് മാത്രം വരും. ഇത് നമ്മുടെ അനർത്ഥങ്ങൾ പോകുമ്പോഴേ നമുക്ക് ഈ നിഷ്ഠ വരുള്ളൂ. നിഷ്ഠ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് എന്താണ് രുചി. രുചി പറയുമ്പോൾ എന്താണ്, നമ്മൾ വിശന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കുക? നല്ല സ്വാദോടുകൂടി ഇങ്ങനെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് കഴിക്കും. വിശപ്പില്ലാണ്ട് ടൈമിൽ ഭക്ഷണം കഴിക്കും നമ്മൾ, അല്ലേ? ആർക്കോ വേണ്ടി ഭക്ഷണം കഴിക്കും. ഇതേ സാധനം തന്നെ വിശപ്പില്ലാണ്ട് കഴിക്കും. വിശക്കുമ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ വാരി വലിച്ച് കഴിക്കണ ഒരു സന്തോഷം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാകും. അതുപോലെ ജപിക്കും. നമ്മൾ നിഷ്ഠയിൽ ജപിക്കുമ്പോൾ എങ്ങനെ അറിയാം? ജപിക്കണം, എന്തായാലും ജപിച്ചേ പറ്റൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ബോറടിച്ചിട്ട് വയ്യ, എന്തായാലും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാം 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 ഹരേ ഹരേ. ഗാനമാലവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞ് വേറെ പിന്നെ ഈശോ ജപിക്കണ്ടേ 16 മാല ഹരേ കൃഷ്ണ. ഇതാണ് നിഷ്ഠയിലും മറ്റേ ഇതിലൊക്കെ. രുചിയിൽ അങ്ങനെയല്ല. വിശന്നിട്ട് ആഹാരം കിട്ടുമ്പോൾ പോലെ കൃഷ്ണ കൃഷ്ണ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വായൊക്കെ ടേസ്റ്റ് വരാൻ എന്നുവെച്ചാൽ സന്തോഷം മാത്രമല്ല, ഒരു നമ്മളെ ആർത്തിയോടെ നമുക്ക് വിശന്നിരിക്കുമ്പോൾ നല്ല പാൽ പായസം കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കഴിക്കുക? മറ്റുള്ളവർക്കൊന്നും കൊടുക്കാണ്ട് വേഗം എനിക്ക് ആരും ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു വേണ്ടല്ലേ. മറ്റേത് വിശക്കാണ്ടാവുമ്പോൾ നീ എടുത്തോ, എനിക്ക് പ്രസാദം വേണ്ട പറയും, അല്ലേ? അതുപോലെ നമ്മൾ ജപിക്കുക. നിഷ്ഠ വരെ അങ്ങനെ ജപിക്കുക. രുചിയിൽ അങ്ങനെയല്ല. രുചിയിൽ ആക്രാന്തമായിരിക്കും. സേവനം ചെയ്യുമ്പോഴൊക്കെ ആക്രാന്തമായിട്ട് ഞാൻ ചെയ്യാം മാതാജി, ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇവിടെ ആരൊക്കെ ആക്രാന്തമുള്ളവർ നോക്കട്ടെ. ഞാൻ ചെയ്യാം മാതാജി, മാറുന്നത് ഞാൻ സേവ ചെയ്യാം, ഞാൻ അടിച്ചു മാറാം, ഞാൻ പ്ലേറ്റ് കഴുകാം, ഞാൻ അത് എത്ര ചെയ്താലും മതിവരാണ്ട് ചെയ്യില്ലേ. അതാണ് ആസക്തി. രുചി. അതുപോലെ ജപിക്കുമ്പോൾ അങ്ങനെയല്ലേ, പായസം കഴിക്കുമ്പോൾ പോലെ ഹരേ കൃഷ്ണ ഉറക്കം നോക്കിയിട്ടൊന്നല്ല ജപിക്കുക. രുചിയുള്ളവർക്ക് ഉറക്കം വരില്ലേ ജപിക്കുമ്പോൾ, അല്ലേ? സന്തോഷം കണ്ണു നിറഞ്ഞും. അതാണ് രുചി എന്ന് പറഞ്ഞാൽ. അത് ആർക്കെങ്കിലും ഉണ്ടോ? എന്നിട്ട് വേണം നമ്മൾ ഈ ലക്ഷണം കാണിക്കാൻ. രുചി കഴിഞ്ഞിട്ടാണ് പിന്നെ ഭാവ. ആ ഭാവത്തിലാണ് 5 തരം ഭാവമൊക്കെ വരുന്നത്. ഭഗവാനായിട്ടുള്ള സഖ്യം, വാത്സല്യം, ദാസ്യം ഒന്നും ഇപ്പൊ വരില്ല നമുക്ക്. ഈ രുചി കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജാണ് എന്ത്? ഭാവ, അല്ലേ? അത് കഴിഞ്ഞാണ് പ്രേമം, അല്ലേ? അത് കഴിഞ്ഞ് മഹാഭാവം എന്ന് പറഞ്ഞാൽ രാധാറാണിക്ക് മാത്രമേ ഉള്ളൂ, അത് ആർക്കും കിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ ഈ അവസ്ഥകളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകും. ഇല്ല അവർക്ക് മാത്രം, മറ്റേ വലിയ ഭക്തർക്ക് മാത്രം ഇത് കിട്ടുള്ളൂ എന്നില്ല, നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ സിസ്റ്റത്തിന് നിന്ന് കൊടുക്കണം, നമ്മളെ റെഡിയാക്കാൻ. നമ്മൾ ഇടയ്ക്ക് വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവില്ല. നമ്മൾ ഇപ്പൊ നമ്മളെന്താണ് തുടങ്ങിയിട്ടുള്ളൂ, ഭജനക്രിയയിൽ എത്തിയിട്ടുള്ളൂ എല്ലാവരും. ഭജനക്രിയ, ദീക്ഷ, ഈ ലെവലിലാണ് നമ്മളെല്ലാവരും. അനർത്ഥ നിർവൃത്തി നമ്മുടെ കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നിഷ്ഠ വരാൻ പോണുള്ളൂ. നിഷ്ഠത്തെ സംഭവം എന്താണെന്ന് നമുക്കറിയില്ല. നിഷ്ഠ ഇല്ലാത്തതുകൊണ്ടേ കൃത്യ ടൈമിൽ ഒന്നും ചെയ്ത് വായ കൊണ്ട് കൃഷ്ണനെ കുറിച്ച് മാത്രം സംസാരിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുക, കറക്റ്റ് ടൈമിങ്ങിൽ ആരതികൾ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ആയിട്ടില്ല. ആകുമ്പോഴാണ് അതിൻ്റെ രസം അറിയുക. അല്ലാണ്ട് തന്നെ എത്ര രസം ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു ലെവലിൽ എത്തിയിട്ടില്ല, വെറും ഭജനക്രിയയിൽ എത്തിയിട്ടുള്ളൂ, നമ്മൾ ദീക്ഷ ലെവലിൽ എത്തിയിട്ടുള്ളൂ. എന്നിട്ട് പോലും ഇതിന്റെ രുചി നമുക്ക് എത്ര ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിഷ്ഠ, ഭാവ, രുചി സ്റ്റേജിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആനന്ദിക്കാന്ന് ആലോചിച്ച് നോക്ക്. ആ ആനന്ദം കിട്ടാനായിട്ട് നമ്മളൊന്ന് വിട്ടുകൊടുക്കുക ഈ ഭക്തന്മാർക്ക്, അല്ലേ? ഈ സംഘത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ആ ആനന്ദം നമുക്ക് കിട്ടുള്ളൂ. ആ ആനന്ദം ഭ്രാന്തമായ ആനന്ദം വരാൻ പോണ്. നമുക്കത് കിട്ടിയിട്ടില്ല, അതെന്താന്ന് അറിയില്ല. ഈ ഭ്രാന്തമായ ആനന്ദം എന്താന്ന് അത് അറിയണ്ടേ? അറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന്, അല്ലേ? കുറച്ച് തല്ലോടി പപ്പടം കിട്ടിയില്ല പറഞ്ഞാൽ പോയി. ഇന്ന് സുമിമാജി എനിക്ക് പപ്പടം വിളമ്പിയില്ല. ശരി, വേറെ സത്സംഗങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ സത്സംഗം മാത്രം ഒന്നല്ല ഞങ്ങൾ പോട്ടെ പോയേ പിന്നെ അവിടെ നിന്ന് ആദ്യം തുടങ്ങണം. ഇവിടെ നമ്മൾ ഭജനക്രിയ വരെ എത്തി, ഇടയ്ക്ക് വെച്ച് പോയി. ഇനി വേറെ സംഘത്തിൽ പോകുമ്പോൾ ആദ്യം തുടങ്ങിയിട്ട് ശ്രദ്ധ സാധനങ്ങൾ തുടങ്ങണം. അവർ ഭജനക്രിയ തൊട്ട് സ്വീകരിക്കില്ല, അല്ലേ? അവിടെയും തെറ്റും കുറച്ച്. ഈ തെറ്റുന്ന ആൾക്കാർ എല്ലാവരുടെയും തെറ്റും. എന്നിട്ട് അവിടെയും തെറ്റി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങണം ആദ്യം തൊട്ടിട്ട്, അല്ലേ? ഒന്ന് തൊട്ടിട്ട്. അപ്പൊ അതിനൊന്നും നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വിട്ടുകൊടുക്കണം. ഭക്തന്മാരുടെ ഇടയിൽ വിട്ടുകൊടുത്തിട്ട് ഈ രുചി അനുഭവിക്കണം. ഈ സ്വാദ് എന്താ സ്വാദ്? നമുക്ക് വിശക്കുമ്പോൾ കഴിക്കുമ്പോൾ, അല്ലേ, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ അതുപോലെ നാമം ജപിക്കുമ്പോൾ രുചി ഉണ്ടാവും, അല്ലേ? അപരാധങ്ങളൊക്കെ ഇല്ലാണ്ടാവുമ്പോൾ ആ രുചി വരുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ ഇതൊന്നും കാണിക്കരുത്. ഉള്ളിൽ വന്നാൽ പോലും പുറത്ത് കാണിക്കരുതെന്ന് പറയുന്നത്. ഇങ്ങനെ വേർക്കലും, ശരീരം വേർക്കൽ, രോമാഞ്ചം, ശബ്ദമെഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാലും പരമാവധി തടുക്കാൻ നോക്കുക. ചിലപ്പോൾ ചിലർക്ക് വരും കൺട്രോൾ വിട്ട് പോയി കരണ്ടവരുണ്ട്, അതൊന്നും സാരില്ല. അതെല്ലാം ഉദ്ദേശിച്ചത്
നമ്മൾ പരമാവധി നമ്മളുടെ മറ്റുള്ളവരെ കാണണം എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക നമ്മുടെ ഭാവങ്ങളെ. ആ ഭാവത്തിന്റെ ടൈമിലേ അത് വരുള്ളൂ. ഇനി സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഭക്തിയുടെ സേവനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രുചി ആസ്വദിക്കാൻ പറ്റില്ല. എപ്പോഴും ഗുരുവിൻ്റെ ഗുരുക്കന്മാരുടെ ഇഷ്ടത്തിന് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോഴേ നമുക്ക് ഈ രുചി ഭാവമൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ആകയാൽ അവർ നടത്തുന്ന ആശ്രു പൊഴിക്കൽ വിറയിലൊക്കെ ദണ്ഡനാഗമാണെന്ന്. ഈ സ്വന്തം ഇഷ്ടത്തിന് ഭക്തി നടത്തിയിട്ട് ഒരു പരമ്പരയെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഭക്തി നടത്തിയിട്ട് അവർ കണ്ണ് കരയുകയും വിറയ്ക്കുകയും വിയർക്കുകയും അബോധാവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദണ്ഡനാർഹമാണ്. അവരെ അടി കൊടുക്കണം, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. ശുദ്ധഭക്തിയുടെ സേവനം അപ്പോൾ കഴിഞ്ഞു കേട്ടോ. താങ്ക് യു. ഇത്ര നേരം കേട്ടിരുന്നത് ശുദ്ധഭക്തിയുടെ സേവനം ഹൃദയ പരിവർത്തനം എന്ന ശ്രീമദ് ഭാഗവതം 2ാം സ്കന്ധം 3-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് മനസ്സിലാക്കി. കാരണം ഈ പോയിന്റുകളോട് പറയാൻ കാരണം ഇതിന്റെ ചാപ്റ്ററിന്റെ പേര് ശുദ്ധഭക്തിയുടെ സേവനമാണ് അല്ലേ. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്കാണ് ഭഗവാൻ കടത്തുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? വിശ്വരൂപം കഴിഞ്ഞു. 2ാമത്തെ സ്റ്റെപ്പ് പരമാത്മാവിനെയും കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റെപ്പാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞത്. എങ്ങനെ വേണം നമുക്ക് ആനന്ദം കിട്ടാം. ഇവിടെ ആദ്യത്തെ ഭക്തർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ല. അവിടെ എവിടെ രസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ രസമല്ല, പ്രേമം കിട്ടണമെങ്കിൽ നമ്മൾ സഹനമാണ് വേണ്ടത് അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വൈഷ്ണവസ്ഥ എന്താ പറയുക, വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യണം. അത് വരും, ഉറപ്പായിട്ടും വരും. അത് നമുക്ക് ചില സമയത്ത് വായിക്കുമ്പോൾ സങ്കടം വരുമ്പോൾ നമ്മൾ ആലോചിക്കും, അപ്പോൾ ഒറിജിനൽ എന്നും സങ്കടമുള്ളവരുണ്ടാവുമല്ലോ. അത് നമുക്ക് ഇടയ്ക്കൊക്കെ അത് കിട്ടണമല്ലോ. നമ്മളെ മംഗളാരതി ചെയ്യുമ്പോൾ ഒരു 10 ദിവസം ചെയ്യുമ്പോൾ 20 ദിവസം ചെയ്യുമ്പോൾ ഒരു ദിവസമാണ് ആനന്ദം കിട്ടുന്നത് നമ്മൾ അനുഭവിക്കുന്നത്. അന്നാണ് പ്രത്യേകം ചെയ്യണത്. അപ്പം നമ്മൾ ആരോഗ്യം എന്നും ഇങ്ങനെ ആനന്ദം അനുഭവിക്കുന്ന മഹാഭക്തന്മാർ സ്ഥിതി ആലോചിച്ച് കരച്ചിൽ വരും. നമുക്ക് ഒരു ദിവസം സംസാരതാവ ചെല്ലുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. കുറേ ദിവസത്തേക്ക് ശേഷം ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് ആനന്ദത്തിൻ്റെ ഇടയ്ക്ക് പോകാൻ കാണിച്ചു തരണത്. എന്തിനാ ഇടയ്ക്ക് നമുക്കത് കിട്ടണറിയോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ ആനന്ദിക്കുന്നുണ്ട്, നിങ്ങൾ അറിയോ. പക്ഷെ എന്നാൽ അത് പിറ്റേ ദിവസം തൊട്ട് തരില്ല. എന്തിനറിയോ? സമയമായിട്ടില്ല, നിങ്ങൾക്ക് ശുദ്ധി ആയിട്ടില്ല അത് തരാൻ. പക്ഷെ നമുക്ക് ആ പ്രേരണ വരണ്ടേ? ആ ഭക്തിയിൽ നിൽക്കാനുള്ള പ്രേരണയ്ക്ക് ഇടയ്ക്ക് ഒരു ആനന്ദം തന്നിട്ട് പിൻവലിക്കും. അതാണ് 29 വർഷം എന്ന് പറഞ്ഞല്ലോ. മിനിമം 12 വർഷം ജപിച്ചു കഴിഞ്ഞാലേ ഇതിന് രുചി കിട്ടുള്ളൂ. പ്രഭാത് പണ്ട് 29 വർഷമായി എന്നിട്ട് എനിക്ക് രുചി കിട്ടിയില്ല എന്ന് പറയണത്. പ്രഭാന് രുചി ഇല്ലാണ്ടല്ല പറയണേ, വെയിറ്റ് ചെയ്യൂ, 29 വർഷമൊക്കെ പിടിക്കും ചിലർക്ക് രുചി വരാന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ വേറൊന്നുമില്ല അതിൽ പറയാനുള്ളത്. നമ്മൾ ഈ പ്രഭാത് തന്ന ഈ സിസ്റ്റത്തിനെ വിശ്വാസത്തോടു കൂടിയിട്ട് സ്ഥിരമായിട്ട് നമ്മളതിൽ ഉൾപ്പെടുത്തുക. എന്ത് വിഷമം മാനസികമായിട്ടുണ്ടായാലും അത് പിടിച്ചു നിന്ന് ആ ഭക്തിയിൽ ഉയരാനായിട്ട് ശ്രമിക്കുക. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.